ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. എല്ലാവർക്കും KT ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വൈസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സബ്ജക്ട് കോഡ് വരുന്നത് MET 203 ആണ്. 2019 സ്കീമിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസംബർ 2022 എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ 2022 ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ മൊഡ്യൂൾ 5 സിലബസ് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 5 സിലബസിൽ ഫസ്റ്റ് വരുന്നത് ബൗണ്ടറി ലെയർ ആണ്. ബൗണ്ടറി ലെയറിന്റെ ഉള്ളിൽ വരുന്നത് ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ ഓവർ എ ഫ്ലാറ്റ് പ്ലേറ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബൗണ്ടറി ലെയർ തിക്നെസ്, ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, momentum thickness and energy thickness, then laminar and turbulent boundary layers, then laminar sublayer. Laminar sublayer important topic ആണ്. Then velocity profile, von Karman's momentum integral equations for the boundary layers, then calculation of drag, separation of boundary and methods of control. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഡയമെൻഷണൽ അനാലിസിസ്, ദെൻ ബക്കിംഗ്ഹാംസ് തിയറം, ദെൻ ഇമ്പോർട്ടൻറ്റ് നോൺ ഡയമെൻഷണൽ നമ്പേഴ്സ് ആൻഡ് ദയർ സിഗ്നിഫിക്കൻസ്, ജോമെട്രിക്, കൈനമാറ്റിക് ആൻഡ് ഡൈനാമിക് സിമിലാരിറ്റി, ദെൻ മോഡൽ സ്റ്റഡീസ്, ദെൻ ഫ്രൂട്ട്സ്, റെയ്നോൾഡ്സ്, വെബർ, കോഷി ആൻഡ് മാക്ലോസ്, then applications and limitations of model testing, simple problems ആണ് പിന്നെ നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 5 സിലബസിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാർട്ട് എയിൽ മൊഡ്യൂൾ 5 ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് എയിൽ മൊഡ്യൂൾ 5 വന്നിരിക്കുന്നത് 6 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ലാമിനാർ സബ് ലെയർ ഇൻ ബൗണ്ടറി ലെയർ. ഓക്കെ, അപ്പോൾ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡയഗ്രാം വരയ്ക്കണം. ബൗണ്ടറി ലെയറിന്റെ ഡയഗ്രാം വരച്ചിട്ട് ലാമിനാർ സബ് ലെയർ അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ അത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡിഫൈൻ റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അപ്പോൾ അത് എഴുതാം. ദെൻ അതിന്റെ സിഗ്നിഫിക്കൻസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 മാർക്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലാമിനാർ സബ് ലെയർ ഇൻ ബൗണ്ടറി ലെയർ നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ വരയ്ക്കേണ്ട ഡയഗ്രാം ഇതാണ്. ലാമിനാർ സബ് ലെയർ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ ഈ ഒരു യു എന്ന് പറയുന്നതാണ് വെലോസിറ്റി. ഈ ഒരു ഫ്ലോ ഫീൽഡിലെ വെലോസിറ്റി വരുന്നത് യു ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ അക്രോസ് ആയിട്ട് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചേക്കാണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ഈ ഫ്ലാറ്റ് പ്ലേറ്റില് ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഈ ഒരു സെക്ഷൻ A to B വരുന്ന ഒരു സെക്ഷനിൽ ലാമിനാർ ബൗണ്ടറി ലെയർ ആണ് ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ട്രാൻസിഷൻ സോൺ ആണ്. ഈ ഒരു സെക്ഷൻ B to C ഫോം ചെയ്യുന്നത് ട്രാൻസിഷൻ സോൺ ആണ്. ദെൻ ടർബുലൻസ് സോൺ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ട്രാൻസിഷൻ സോൺ, ദെൻ ടർബുലൻസ് സോൺ ആണ്. ടർബുലൻസ് സോണിൽ വരുന്ന ബൗണ്ടറി നമ്മൾ ടർബുലന്റ് ബൗണ്ടറി ലെയർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ടർബുലന്റ് ബൗണ്ടറി ലെയറിൽ ഈ പ്ലെയിൻ സർഫസിന്റെ നിയർ ബൈ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ലാമിനാർ സബ് ലെയർ. ഓക്കെ, അപ്പോൾ ലാമിനാർ സബ് ലെയർ എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പൊ ആദ്യം തന്നെ കൺസിഡർ ദി ഫ്ലോ ഫ്ലൂയിഡ് ഹാവിങ് എ ഫ്രീ സ്ട്രീം വെലോസിറ്റി യു. ഈ യു എന്ന് പറയുന്ന ക്യാപിറ്റൽ യു എന്ന് പറയുന്ന ഫ്രീ സ്ട്രീം വെലോസിറ്റിയിൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യാണ്. ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ നമ്മളൊരു ഫ്ലാറ്റ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓവർ എ സ്മൂത്ത് തിൻ പ്ലേറ്റ് വിച്ച് ഇസ് ഫ്ലാറ്റ് ആൻഡ് പ്ലേസ്ഡ് പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്രീ സ്ട്രീം ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫ്രീ സ്ട്രീം ആണ്. ഓക്കെ, ഇതിന്റെ വെലോസിറ്റി യു ആണ് വരുന്നത്. നമ്മൾ ഇതിന് പാരലൽ ആയിട്ട് തന്നെ ഒരു ഫ്ലാറ്റ് പ്ലെയിൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലാറ്റ് പ്ലെയിനിൽ ഈ ഒരു ഫ്ലൂയിഡ് ഇവിടെ എത്തുമ്പോൾ ഫോം ചെയ്യുന്ന ഒരു ബൗണ്ടറി ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം ലാമിനാർ സോൺ ആണ്, ദെൻ ട്രാൻസിഷൻ സോൺ ആണ്, അത് കഴിഞ്ഞിട്ട് ടർബുലൻസ് സോൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ടർബുലൻസ് സോണിൽ ഈ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ അടുത്ത് തന്നെ ഫോം ചെയ്യുന്നതാണ് ലാമിനാർ സബ് ലെയർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത് അതാണ്. ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ നിയർ ബൈ ആയിട്ട് ഫോം ചെയ്യുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ഒരു ലൈൻ നമ്മൾ ലാമിനാർ സബ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ദി റീജിയൻ ഇൻ ടർബുലന്റ് ബൗണ്ടറി ലെയർ സോൺ. നമ്മൾ പറഞ്ഞു ഈ ഒരു ടർബുലന്റ് ബൗണ്ടറി ലെയർ സോണിലാണ് ഈ ഒരു ലാമിനാർ സബ് ലെയർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദി റീജിയൻ ഇൻ ദി ടർബുലന്റ് ബൗണ്ടറി ലെയർ സോൺ. ഓക്കെ, ടർബുലന്റ് ബൗണ്ടറി ലെയർ സോണിലാണ് ഫോം ചെയ്യുന്നത് അഡ്ജസൻറ്റ് ടു ദി സോളിഡ് സർഫേസ് ഓഫ് ദി പ്ലേറ്റ്. നമ്മൾ പറഞ്ഞു ഈ ഒരു പ്ലേറ്റിന്റെ അഡ്ജസൻറ്റ് ആയിട്ടാണ് ഈ ലാമിനാർ സബ് ലെയർ ഫോം ചെയ്യുന്നത്. Okay, in this zone, the velocity variations is influenced only by the viscous effects. ആ പ്ലെയിനിന് തൊട്ട് നിയർ ബൈ ആയിട്ടാണ് അല്ലെങ്കിൽ അഡ്ജസെന്റ് ആയിട്ടാണ് ലാമിനാർ സബ് ലെയർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ
ഈ ഒരു വെലോസിറ്റി വേരിയേഷൻസ് ഒക്കെ ഓൺലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി വിസ്കസ് എഫക്ട്സ് കാരണം മാത്രമായിരിക്കും അവിടെ ആ ഒരു വേരിയേഷൻസ് എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ദ വെലോസിറ്റി വേരിയേഷൻസ് ഇൻഫ്ലുവൻസ്ഡ് ഓൺലി ബൈ ദി വിസ്കസ് എഫക്ട്സ് കാരണം മാത്രമാണ് അവിടുത്തെ വേരിയേഷൻസ് വന്നിരിക്കുന്നത്. So the velocity distribution would be parabolic curve in the laminar sublayer zone. But in the view of the very small thickness, we can reasonably assume that the velocity variation is linear. Okay, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ കാണുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, and so the velocity gradient can be considered constant. ഓക്കെ, അപ്പോൾ അത് കാരണം അവിടുത്തെ വെലോസിറ്റി ഗ്രേഡിയന്റ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Therefore, the shear stress in the laminar sublayer would be constant and equal to the boundary shear stress. Okay, അപ്പോൾ അത് ബൗണ്ടറി ഈ ഒരു പോർഷനിലെ ലാമിനാർ സബ് ലെയറിലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ബൗണ്ടറി ഷിയർ സ്ട്രെസ് ടോ സീറോയ്ക്ക് ഈക്വൽ ആവുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇക്വേഷൻ വരുന്നത് ടോ സീറോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഓക്കെ, അറ്റ് y is equal to 0, ഡിസ്റ്റൻസ് 0 ആയിട്ടുള്ളത് ആ ഒരു പ്ലേറ്റിന്റെ തൊട്ട് നിയർ ബൈ ആണ് നമ്മൾക്ക് ലാമിന സബ് ലെയർ ഫോം ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് y is equal to 0 കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്നത് ടോ സീറോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ ലാമിന സബ് ലെയർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ വരയ്ക്കണം. ഈ ഫിഗർ വരച്ചു കഴിഞ്ഞിട്ട് ലാമിനാർ സോൺ ഉണ്ട്, ട്രാൻസിഷൻ സോൺ ഉണ്ട്, ടർബുലൻസ് സോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടർബുലൻസ് സോണിൽ അഡ്ജസന്റ് ടു ദി പ്ലെയിൻ ആ ഒരു പ്ലെയിനിന് അഡ്ജസന്റ് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്, ആ ഒരു ലീനിയർ ആയിട്ട് ഫോം ചെയ്യുന്നതാണ് ലാമിനാർ സബ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഡിഫൈൻ റെയ്നോൾഡ്സ് നമ്പർ, വാട്ട് ഇസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ആർ എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ആർ സ്മോൾ ഇ എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദി റെയ്നോൾഡ്സ് നമ്പർ ആർ ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ. ഓക്കെ, അപ്പം മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ബൈ റോ ആണ് ന്യൂ എന്ന് പറയുന്നതാണ് മ്യൂ ബൈ റോ. ഓക്കെ, അപ്പോൾ വി ഡി ബൈ ന്യൂ എന്നുള്ള ഇക്വേഷൻ മാറ്റിയിട്ടാണ് ഈ റോ വി ഡി ബൈ മ്യൂ എന്ന് എഴുതുന്നത്. ഓക്കെ, ന്യൂ എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി, മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് ന്യൂവിന് പകരം നമ്മൾ മ്യൂ ബൈ റോ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ ന്യൂ ആയതുകൊണ്ട് റോ ബൈ മ്യൂ എന്നായി. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ. The transition from laminar to turbulent flow depends on the geometry. അതായത് ഒരു ലാമിനാർന്ന് ടർബുലന്റ് ഫ്ലോയിലേക്കുള്ള ആ ഒരു ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ജോമെട്രി ഡിപ്പെൻഡ് ചെയ്യും, സർഫസ് റഫറൻസ് ഡിപ്പെൻഡ് ചെയ്യും, ഫ്ലോ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യും, സർഫസ് ടെമ്പറേച്ചർ ആൻഡ് ദി ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലാമിനാർന്ന് ടർബുലന്റ് ആവാൻ വേണ്ടിയിട്ട്. അതായത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരാം ഇത് ലാമിനാർ ടർബുലന്റ് ട്രാൻസിഷൻ. ആ ഒരു റേഞ്ച് നമ്മൾ റെയ്നോൾഡ്സ് നമ്പറിന്റെ റേഞ്ച് നോക്കിയിട്ടാണ് ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ലാമിനാർ ആണോ ടർബുലന്റ് ആണോ ട്രാൻസിഷൻ ആണോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പൈപ്പ് ഫ്ലോയിലാണെങ്കിലും പ്ലേറ്റിലാണെങ്കിലും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് ഇതിൽ വെച്ചിട്ട് റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലാമിനാർ ടു ടർബുലന്റ് ഫ്ലോനെ ആ ഒരു ട്രാൻസിഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ജോമെട്രി, സർഫസ് റഫ്നെസ്, വെലോസിറ്റി, സർഫസ് ടെമ്പറേച്ചർ, ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, after the exhaustive experiments, Reynolds discovered that the flow regime depends mainly on the ratio of inertial forces to the viscous forces in the fluid. Okay, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സസ് ടു ദി വിസ്കസ് ഫോഴ്സസ് ഇൻ ദ ഫ്ലൂയിഡ്. ഓക്കെ, ദിസ് റേഷ്യോ ഇസ് കോൾഡ് ദി റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദി റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സസ് ടു ദി വിസ്കസ് ഫോഴ്സസ് ആണ്. The Reynolds number is the most well-known and useful dimensionless parameter in all of the fluid mechanics. Okay, അപ്പോൾ ഇതൊരു dimensionless parameter ആണ്. ഓക്കെ, അപ്പോൾ Reynolds number എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ratio of the inertial forces to the viscous forces in the fluid ആണ് Reynolds number. ആ ഒരു റേഷ്യോ ആണ് inertial force divided by viscous force. ഓക്കെ, then അതിന്റെ ഇക്വേഷൻ എഴുതാം. rho vd by mu ആണ് Reynolds number. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, D എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, ദെൻ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി റോ ആണ്, ദെൻ ഡൈനാമിക് വിസ്കോസിറ്റി ആണ് ന്യൂ, കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്
ഡൈനാമിക് വിസ്കോസിറ്റി ആണ് മ്യൂ, ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് ന്യൂ. ഓക്കെ, ഇനി നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ ഞാൻ പറഞ്ഞു. നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ ഒരു ലാമിനാർ ആണോ, ടർബുലന്റ് ആണോ, ട്രാൻസിഷൻ ആണോ, ആ ഒരു റേഞ്ച് എങ്ങനെയാണ്. അതായത് റെയ്നോൾഡ്സ് നമ്പർ നോക്കിയിട്ടാണ് ആ ഒരു ഫ്ലോ ഏത് ഇതിലാണ് പെടുക, ലാമിനാറിലാണോ, ട്രാൻസിഷനിലാണോ, ടർബുലന്റിലാണോ നമ്മൾ പറയാം. ഓക്കെ, അപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ ഇനേർഷ്യൽ ഫോഴ്സസ് ബൈ വിസ്കസ് ഫോഴ്സസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ റോ വി ഡി ബൈ മ്യൂ. ഓക്കെ, പിന്നെ നമ്മൾ ആ കണ്ടീഷൻ പറഞ്ഞത്, ആ റേഞ്ച് ഓഫ് വാല്യൂസ് പറഞ്ഞത് ഫ്ലോ ഇൻ എ സർക്കുലർ പൈപ്പ്. ഓക്കെ, സർക്കുലർ പൈപ്പിൽ കൺസിഡർ ചെയ്യുമ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2300 ആണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്തു. ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ ലാമിനാർ ഫ്ലോ എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, കണ്ടിന്യൂസ്ലി അതിന്റെ ഡയറക്ഷൻ അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ടർബുലന്റ് ഫ്ലോ. ഓക്കെ, ഇപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ ബിറ്റ്വീൻ 2300 and 4000 ആണെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസിഷൻ ഫ്ലോ എന്ന് പറയും. അതായത് ലാമിനാറിന്റെയും ടർബുലന്റെയും ഇടയിലുള്ള ആ ഒരു ഫ്ലോനെയാണ് ട്രാൻസിഷണൽ ഫ്ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4000 ആണെങ്കിൽ നമ്മൾ അതിനെ ടർബുലന്റ് ഫ്ലോ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതൊക്കെ സർക്കുലർ പൈപ്പിന്റെ കേസിലാണ് ഈ ഒരു കണ്ടീഷൻസ് പറഞ്ഞത്. ഓക്കെ, ഇനി ഫ്ലോ ഓവർ ദി ഫ്ലാറ്റ് പ്ലേറ്റ് ആണെങ്കിൽ, ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ഓവറിൽ ഫ്ലോ ചെയ്യുമ്പോൾ വരുന്നത് ലാമിനാർ ഫ്ലോ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 5 × 10⁵ ആയിരിക്കും. ഇനി ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസിൽ തന്നെ ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 5 × 10⁵ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ആ ഒരു റേഞ്ച് നോക്കിയിട്ടാണ് ലാമിനാർ ഫ്ലോ ആണോ, റെയ്നോൾഡ്സ് നമ്പറിന്റെ ആ ഒരു വാല്യൂ നോക്കിയിട്ടാണ് ലാമിനാർ ഫ്ലോ ആണോ, ട്രാൻസിഷൻ ഫ്ലോ ആണോ, അതോ ടർബുലന്റ് ഫ്ലോ ആണോ എന്ന് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ടത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സസ് ടു വിസ്കസ് ഫോഴ്സ് ആണ്. ദെൻ ആ ഇക്വേഷൻ എഴുതാം, ദെൻ ഈ റേഞ്ച് ഓഫ് വാല്യൂസും എഴുതാം. ഓക്കെ, അപ്പൊ പാർട്ട് ബിയിൽ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ വന്നേക്കുന്ന രണ്ടും 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും, അതായത് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലും 14 മാർക്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ, ലെങ്തി ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഡിസ്പ്ലേസ്മെന്റ്, മൊമെന്റം ആൻഡ് എനർജി തിക്നെസ് ഇൻ കണക്ഷൻ വിത്ത് ദി ബൗണ്ടറി ലെയർ തിയറി. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ് മൂന്നും ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ അതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബക്കിംഗ്ഹാംസ് പൈ തിയറം യൂസ് ചെയ്തിട്ട് ഡെൽറ്റ പിക്കുള്ള ഒരു എക്സ്പ്രഷൻ, അതായത് നമുക്കൊരു പ്രഷർ ഡിഫറൻസ് ഡെൽറ്റ പി, ദെൻ ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, ദെൻ വെലോസിറ്റി, വിസ്കോസിറ്റി, ഡെൻസിറ്റി ആൻഡ് റഫ്നെസ്. ഓക്കെ, അപ്പൊ ഈ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട്, അതായത് 3, 4, 5, 6 ഫാക്ടേഴ്സ് ഉണ്ട്. ആ 6 ഫാക്ടേഴ്സ് ഡെൽറ്റ പിയിൽ എങ്ങനെയാണ്, ഡെൽറ്റ പിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമ്മൾ അവരെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം ബക്കിംഗ്ഹാംസ് പൈ തിയറം യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതും 14 മാർക്സിന് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Derive the expression for the displacement, momentum and energy thickness in connection with the boundary layer theory. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ബൗണ്ടറി ലെയർ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ഈ ഒരു ലൈറ്റ് കളറിൽ കാണുന്നത് ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഫ്ലാറ്റ് പ്ലേറ്റിലെ ഫ്ലൂയിഡ് വി വെലോസിറ്റിയിൽ ഇതിന്റെ മുകളിൽ കൂടെ സ്ട്രീം വെലോസിറ്റി വി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൗണ്ടറി ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൽ ഒരു ബൗണ്ടറി ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സ്ട്രീം ലൈൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ വന്നിരിക്കുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വെച്ച് കാണിച്ചേക്കുന്നത്. ദെൻ ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ് ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രീം ലൈൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി ബൗണ്ടറി ലെയർ മസ്റ്റ് ബെൻഡ് സ്ലൈറ്റ്ലി ഔട്ട്വേർഡ് away from the wall in order to satisfy conservation of mass as the boundary layer thickness grows downstream. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇവിടെ വരുന്ന ഈ ഒരു ഡെപ്ത് അല്ല അവിടെ വരുന്നത്. അതായത് ഈ ഒരു പ്ലേറ്റിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഇങ്ങനെ ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു സ്ലോപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സ്ട്രീം ലൈൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദി ബൗണ്ടറി ലെയർ മസ്റ്റ് ബെൻഡ് സ്ലൈറ്റ്ലി ഔട്ട്വേർഡ് അവേ ഒരു വേരിയേഷൻ വരുന്നു, ബെൻഡ് ചെയ്യുന്നുണ്ട്.
from the wall in order to satisfy the conservation of mass as the boundary layer thickness grows downstream. Okay, അപ്പോൾ നമുക്ക് ഈ ബൗണ്ടറി ലെയർ കാണുമ്പോൾ നോക്കിയറിയാം ഡൗൺ സ്ട്രീമിൽ ഇത് അതിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് മാസ് ആ ബൗണ്ടറി ലെയർ തിക്നെസ് ഡൗൺ സ്ട്രീമിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രീം ലൈൻസ് പ്ലേറ്റിൽ നിന്ന് ഔട്ട്വേർഡ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ദി y കമ്പോണന്റ് ഓഫ് വെലോസിറ്റി v. ഓക്കെ, v എന്ന് പറയുന്നത് സ്മോൾ v റെപ്രസെന്റ് ചെയ്തതാണ്. v സ്മോൾ ബട്ട് ഫൈനൈറ്റ് ആൻഡ് പോസിറ്റീവ് ഔട്ട്സൈഡ് ഓഫ് ദി ബൗണ്ടറി ലെയർ. The outer flow is affected by the deflection of the streamlines. അതുകൊണ്ടാണ് അതിന് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ആ പ്ലേറ്റിൽ നിന്ന് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു ബെൻഡ് വരുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഡിറൈവ് ചെയ്യാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ അതിനാദ്യം തന്നെ നമ്മൾ ആ ഒരു ബൗണ്ടറി ലെയർ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എടുത്തു, ഇതിലെ ബൗണ്ടറി വരുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ദെൻ ഇതാണ് ഇതിന്റെ ബൗണ്ടറി ലെയർ തിക്നെസ്. ഡെൽറ്റ ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് ആണ്. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്ട്രീം ലൈനിൽ വന്നേക്കുന്നത്. ഈ ഒരു സ്ട്രീം ലൈൻ ഇങ്ങനെയായിരുന്നു മൂവ് ചെയ്യേണ്ടിരുന്നത്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു മൂവ് ചെയ്യേണ്ടിരുന്നത്. ബട്ട് അതിന് വന്നേക്കുന്ന ആ ഒരു വേരിയേഷൻ, പെർപെൻഡിക്കുലർ ആയിട്ട് വന്നേക്കുന്ന ആ ഒരു വേരിയേഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്, ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡെൽറ്റ സ്റ്റാർ വെച്ചിട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഇസ് ദി ഡിസ്റ്റൻസ് ദാറ്റ് എ സ്ട്രീം ലൈൻ ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദി ബൗണ്ടറി ലെയർ ഇസ് ഡിഫ്ലക്റ്റഡ് എവേ ഫ്രം ദി വാൾ ഡ്യൂ ടു ദി എഫക്ട് ഓഫ് ബൗണ്ടറി ലെയർ. ഓക്കെ, അപ്പൊ ബൗണ്ടറി ലെയറിന്റെ എഫക്റ്റ് കാരണം അത് ഔട്ട്സൈഡ് മൂവ് ചെയ്തിട്ടുള്ളത് ആ സ്ട്രീം ലൈൻ ആ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതായിരുന്നു ആക്ച്വൽ അതിന്റെ പാത്ത് വരേണ്ടിയിരുന്നത്. ദെൻ അതിൽ വന്നേക്കുന്ന നമ്മൾ പറഞ്ഞു, ഈ ഫിഗറിൽ നമ്മൾ പറഞ്ഞു ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ആവുമ്പോൾ സ്ട്രീം ലൈൻസ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ പ്ലേറ്റിൽ നിന്ന് ഔട്ട്വേർഡ് ആയിട്ട് സ്ലൈറ്റ്ലി എവേ ആയിട്ടാണ് അതിന്റെ സ്ട്രീം ലൈൻ്റെ മൂവ്മെന്റ് വരുന്നത്, ഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ ഡിസ്റ്റൻസ് ദാറ്റ് എ സ്ട്രീം ലൈൻ ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദി ബൗണ്ടറി ലെയർ ഇസ് ഡിഫ്ലക്റ്റഡ് എവേ ഫ്രം ദി വാൾ ഡ്യൂ ടു ദി എഫക്ട് ഓഫ് ദി ബൗണ്ടറി ലെയർ. ഓക്കെ, ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണമാണ് ആ ഒരു ബെൻഡ് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു ബെൻഡ് വരുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ദാറ്റ് സ്ട്രീം ലൈൻ ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദി ബൗണ്ടറി ലെയർ, ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദി ബൗണ്ടറി ലെയർ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദി ബൗണ്ടറി ഓഫ് ദി സോളിഡ് ബോഡി ബൈ വിച്ച് ദി ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദി റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ് ഓൺ ദി അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലൈൻ ഫോർമേഷൻ. ഓക്കെ, അപ്പൊ ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം ആ ഒരു ഡിസ്ചാർജിൽ വന്നേക്കുന്ന ആ ഒരു ഡിക്രീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ട്രീം ലൈൻ ഔട്ട്വേർഡ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദി ബൗണ്ടറി ഓഫ് ദി സോളിഡ് ബോഡി. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്. ബൈ വിച്ച് ദി ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദി റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ബൗണ്ടറി ലെയർ ഫോം ചെയ്തുകൊണ്ട് വന്നേക്കുന്ന ആ ഒരു വേരിയേഷൻ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിറൈവ് ചെയ്യാണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഡിറൈവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനാദ്യം തന്നെ നമ്മളൊരു സ്ട്രീം ലൈനിന്റെ ഫ്ലോ കൺസിഡർ ചെയ്യാണ്. യു ആണ് അവിടുത്തെ വെലോസിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് കൺസിഡർ ചെയ്തത്. ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിന്റെ ഇതാണ് ബൗണ്ടറി ലെയറിന്റെ ഫോർമേഷൻ. ഓക്കെ, ഇതാണ് ബൗണ്ടറി ലെയർ വന്നിരിക്കുന്നത്. ദെൻ ഇതാണ് ഇവിടുത്തെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഈ സെക്ഷൻ CBയിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഫിഗർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ദെൻ അവിടെ വരുന്നത് യു ആണ്. ദെൻ അവിടെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ആ ഒരു സ്മോൾ എലമെന്റൽ ലെങ്ത്തിനെയാണ് നമ്മൾ DY എന്ന് പറയുന്നത്. ഓക്കെ, ബൗണ്ടറി ലെങ്ത് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് Y കാണിച്ചേക്കുന്നത്. ദെൻ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു CB എന്ന് പറയുന്ന ഈ സെക്ഷൻ 1 കൺസിഡർ ചെയ്തത്. ഓക്കെ, consider the flow of fluid flowing free stream velocity which is equal to capital U over the thin smooth plate. Okay, അപ്പോൾ ഒരു thin smooth plate ന്റെ above
ഫ്രീ സ്ട്രീം വെലോസിറ്റി യുവിൽ ഒരു സ്ട്രീം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ലീഡിംഗ് എഡ്ജ് കൺസിഡർ ദി സെക്ഷൻ 1-1. ഓക്കെ, അപ്പോൾ ഒരു എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ സെക്ഷൻ 1-1 കൺസിഡർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ബി സി ഈസ് ഈക്വൽ ടു ദി ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ബി സി എന്ന് പറയുന്നതാണ് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് വരുന്നത് ഡെൽറ്റ. ഓക്കെ, അറ്റ് ദി സെക്ഷൻ 1-1 കൺസിഡർ ആൻ എലമെന്റൽ സ്ട്രിപ്പ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 1-1 നമ്മൾ എടുത്ത ആ ഒരു സെക്ഷൻ 1-1 ഒരു ചെറിയൊരു എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഡിസ്റ്റൻസ് ഓഫ് എലമെന്റൽ സ്ട്രിപ്പ് ഫ്രം ദി പ്ലേറ്റ്, ആ ഒരു പ്ലേറ്റിൽ നിന്ന് എലമെന്റൽ സ്ട്രിപ്പിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് y. ദെൻ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഈ ഒരു പ്ലേറ്റിൽ നിന്ന് ഇതാണ് എലമെന്റൽ സ്ട്രിപ്പ്. ഓക്കെ, ഇതാണ് എലമെന്റൽ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പിന്റെ ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിൽ നിന്ന് ഈ എലമെന്റൽ സ്ട്രിപ്പിലേക്കുള്ള ആ ഒരു ഡെപ്ത് ആണ് y. ദെൻ എലമെന്റൽ സ്ട്രിപ്പിന്റെ തിക്നെസ് ആണ് dy. ദെൻ അതിന്റെ വെലോസിറ്റി ആണ് u എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ് സ്മോൾ b ആയിട്ട് എടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ആ എലമെന്റൽ സ്ട്രിപ്പ് ഫ്ലാറ്റ് പ്ലേറ്റിൽ നിന്നുള്ള അതിന്റെ ഒരു ഡെപ്ത് ആണ് y വരുന്നത്. എലമെന്റൽ സ്ട്രിപ്പിന്റെ തിക്നെസ് ആണ് dy. ദെൻ ആ എലമെന്റൽ സ്ട്രിപ്പിന്റെ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ് ദി എലമെന്റൽ സ്ട്രിപ്പ് ആണ് സ്മോൾ u. ദെൻ ആ ഒരു എലമെന്റൽ സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു ഫ്ലാറ്റ് പ്ലേറ്റ് എടുക്കുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് അതിനൊരു വിഡ്ത്ത് ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ആ ഒരു വിഡ്ത്ത് ആണ് സ്മോൾ b കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, അതായത് വിഡ്ത്ത് ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ്. Then the area of the elemental strip is equal to dA into B into dA is equal to B into dy. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു dy ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ദെൻ അതിന്റെ വിഡ്ത്ത് ബാക്കിലേക്ക് വരുന്ന ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് b ആന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ b into dy ആണ്. മാസ് ഓഫ് ദി ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റൽ സ്ട്രിപ്പ്. ഓക്കെ, അപ്പൊ ആ ഒരു എലമെന്റൽ സ്ട്രിപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ്, അതായത് കിലോഗ്രാം പെർ സെക്കൻഡ് എന്താണെന്നാണ് ചോദിച്ചത്. എന്താണെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പൊ മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ് വരാം. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഏരിയ ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മീറ്റർ ക്യൂബും മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ്, അതും കട്ട് ചെയ്ത് പോയി. അപ്പോൾ റിമൈനിങ് കിലോഗ്രാം പെർ സെക്കൻഡ് തന്നെ വന്നു. അതായത് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് ടൈം ആണ്. യൂണിറ്റ് ടൈം ഇവിടെ സെക്കൻഡ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റൽ സ്ട്രിപ്പ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണ്. ഓക്കെ, അപ്പൊ ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ എലമെന്റൽ സ്ട്രിപ്പിലെ u ആണ്, സ്മോൾ u ആണ് അതിന്റെ വെലോസിറ്റി വരുന്നത്. ദെൻ അതിന്റെ ഏരിയ ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ് നമ്മൾ ഇപ്പൊ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തത് b ഇൻറ്റു dy ആണ്. ഓക്കെ, അപ്പൊ റോ യു ഇൻറ്റു b ഇൻറ്റു dy ആണ് എലമെന്റൽ സ്ട്രിപ്പിലെ ആ ഫ്ലോ ചെയ്യുന്ന മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റൽ സ്ട്രിപ്പ്. ഓക്കെ, ഇനി ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ u ആയിരിക്കും. ഓക്കെ, ഇത് എലമെന്റൽ സ്ട്രിപ്പിന്റെ വെലോസിറ്റി ആണ് നമ്മൾ സ്മോൾ u എടുത്തത്. ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ഒരു വെലോസിറ്റി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ u ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റോ ഇൻറ്റു യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ എന്ന് വരാം. ഓക്കെ, യു ഈസ് മോർ ദാൻ യു. നമുക്കറിയാം ക്യാപിറ്റൽ യു എന്ന് പറയുന്നത് സ്മോൾ യുവിനേക്കാളും വലുതായിരിക്കും. ഈ വരുന്ന ഈ ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ് നമ്മൾ ക്യാപിറ്റൽ യു എടുത്തത്. ദെൻ ഇത് എലമെന്റൽ സ്ട്രിപ്പിന്റെ മാത്രമുള്ള വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ക്യാപിറ്റൽ യു എന്തായാലും സ്മോൾ യുവിനേക്കാളും വലുതായിരിക്കും. As u is more than u, hence due to the presence of the plate and consequently due to the formation of the boundary layer. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു പ്ലേറ്റിന്റെ മുകളിൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തായാലും കുറവായിരിക്കും. There will be reduction in mass of flowing per second through the elemental strip. അതായത് മാസ് ഓഫ് ആ ഒരു ഫ്ലൂയിഡ് എലമെന്റൽ സ്ട്രിപ്പിൽ കൂടെ, ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പിൽ കൂടെ ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ ഒരു വെലോസിറ്റി, ഈ ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റി ആണ് വരുന്നത് ക്യാപിറ്റൽ യു. ദെൻ ഈ ഒരു ബൗണ്ടറി ലെയർ കാരണം ഇവിടുത്തെ വെലോസിറ്റി ക്യാപിറ്റൽ യുവിനേക്കാളും മച്ച് ലെസ്സർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ there will be reduction in mass of flowing per second through the elemental strip. ബൗണ്ടറി ലെയറിന്റെ ഫോർമേഷൻ കാരണം ആ ഒരു ഫ്ലൂയിഡിന്റെ ആ ഒരു മാസിന്റെ ഇതിൽ റിഡക്ഷൻ വരുന്നുണ്ടായിരിക്കും.
മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ്, അതായത് കിലോഗ്രാം പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി ഏരിയ, അതിലാണ് റിഡക്ഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, ദിസ് റിഡക്ഷൻ ഇൻ മാസ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റൽ സ്ട്രിപ്പ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ 2 - 1 ചെയ്യാം. അതായത് 2 എന്ന് പറയുന്നത് സ്ട്രീം വെലോസിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. ആൻഡ് ദെൻ ഇത് നമ്മുടെ എലമെന്റൽ സ്ട്രിപ്പിൽ കൂടെയുള്ള മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിഡക്ഷൻ ഇൻ മാസ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റൽ സ്ട്രിപ്പ് കാണാൻ നമുക്ക് 2 - 1 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ റോ ഇൻറ്റു ക്യാപിറ്റൽ യു ഇൻറ്റു ബി ഡി വൈ മൈനസ് റോ ഇൻറ്റു സ്മോൾ യു ഇൻറ്റു ബി ഡി വൈ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ റോയും ബിയും കോമൺ വന്നു. ദെൻ റിമൈനിങ് വരുന്നത് യു മൈനസ് സ്മോൾ യു ആണ്. ഓക്കെ, അപ്പോൾ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ. ഓക്കെ, ഡി വൈ രണ്ടിലും കോമൺ ആണ്, സോ ഡി വൈ. Okay, the total reduction in mass of fluid per second flowing through the BC is due to the plate is equal to, അതായത് ആ ഒരു പ്ലേറ്റ് കാരണം വരുന്ന ആ ഒരു ചേഞ്ച് മാസ് ഓഫ് ഫ്ലൂയിഡിന്റെ വരുന്ന ആ ഒരു റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ ബൗണ്ടറി ലെയർ തിക്നെസിന്റെ ആ ഒരു ലെങ്ത് വെച്ച് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു എലമെന്റൽ സ്ട്രിപ്പാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ എലമെന്റൽ സ്ട്രിപ്പ് എടുത്ത് നമ്മൾ ടോട്ടൽ ആ ഒരു പ്ലേറ്റിനെ കാണുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്മോൾ എലമെന്റൽ പ്ലേറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിനെ, അതായത് നമ്മൾ ആ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു സ്മോൾ എലമെന്റൽ സ്ട്രിപ്പ് നമ്മൾ ആ ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ആ ഒരു പോർഷനിൽ നിന്നാണ് ഒരു എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആക്ട് ചെയ്യുന്നത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് ഈ ഒരു ബൗണ്ടറി ലെയർ തിക്നെസ് ആണ്. അതായത് ഈ ഒരു നമ്മുടെ ഫ്ലാറ്റ് പ്ലേറ്റ് തൊട്ട് ആ ബൗണ്ടറി ഫോം ചെയ്യുന്ന ആ ഒരു ലെങ്ത് വരെ, അതായത് 0 to ഡെൽറ്റ വരെയാണ് നമ്മൾ റേഞ്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ 0 to ഡെൽറ്റ പി ബി ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് യു ഇൻറ്റു ഡി വൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റിഡക്ഷൻ ഇൻ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി ബി സി നമുക്ക് കിട്ടും. അതായത് ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ ബി സി എന്ന് പറയുന്നത്. ഫ്ലാറ്റ് പ്ലേറ്റ് നമ്മൾ എടുത്തു. ഫ്ലാറ്റ് പ്ലേറ്റിൽ ഒരു ബൗണ്ടറി ഫോം ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ വരുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ആ ഒരു സെക്ഷനാണ് എടുത്തത്, സെക്ഷൻ 1 ഓക്കെ, അപ്പോൾ ദെൻ ഇവിടെ വരുന്ന വെലോസിറ്റി ആണ് സ്മോൾ യു. ദെൻ വരുന്നത് ക്യാപിറ്റൽ യു ആണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ ക്യാപിറ്റൽ യു മൈനസ് യു ഇൻറ്റു ഡി വൈ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബി ടു സി വരുന്ന ഈ ഒരു ഡെപ്ത് ആണ് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റിഡക്ഷൻ ഇൻ മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ബി സി ഡ്യൂ ടു ദി പ്ലേറ്റ്, അതായത് ആ ഒരു പ്ലേറ്റ് കാരണം വരുന്ന മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡിൽ ആ ഒരു റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ ഇന്റഗ്രൽ 0 to ഡെൽറ്റ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് റിഡക്ഷൻ ഇൻ മാസ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റൽ സ്ട്രിപ്പാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. നമുക്ക് എലമെന്റൽ സ്ട്രിപ്പ് അല്ല, ടോട്ടൽ ആ ഒരു പ്ലേറ്റ് കാരണം ഡ്യൂ ടു ദി പ്ലേറ്റ് ബി സിയിൽ വരുന്ന ആ ഒരു ചേഞ്ച് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റോ ബി കോൺസ്റ്റന്റ് ആണ്, സോ നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തു. ദെൻ റിമൈനിങ് വരുമ്പോൾ ഇന്റഗ്രൽ 0 to ഡെൽറ്റ ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഇസ് ദി ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദി ബൗണ്ടറി ഓഫ് ദി സോളിഡ് ബോഡി ബൈ വിച്ച് ദി ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദി റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ് ഓൺ ദി അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം വരുന്ന ആ ഒരു മാസ് ഫ്ലോ റേറ്റിന്റെ റിഡക്ഷൻ, ആ ഒരു ചേഞ്ച് മാസ് ഫ്ലോ റേറ്റിൽ ബൗണ്ടറി ലെയർ ഫോം ചെയ്തത് കാരണം മാത്രം വന്നേക്കുന്ന ആ ഒരു മാസ് ഫ്ലോ റേറ്റിൽ ഒരു റിഡക്ഷൻ ഉണ്ട്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്ലോ ലൈൻസിൽ സ്ട്രീം ലൈൻസ് നമ്മൾ വരച്ചപ്പോൾ അത് ഔട്ട്വേർഡ് ഡയറക്ഷനിൽ അതിനൊരു ബെൻഡ് വന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ലെറ്റ് ദ പ്ലേറ്റ് ഇസ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ഡിസ്റ്റൻസ് ഡെൽറ്റ സ്റ്റാർ and the velocity of flow for the distance delta star is equal to the free stream velocity u, then mass of fluid second flowing through the distance delta star. Okay, അപ്പോൾ ആ ഒരു ഡെൽറ്റ സ്റ്റാറിന് കൂടെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആ ഒരു ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ വരുന്ന മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് നമുക്കറിയാം ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്
നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത് ടോട്ടൽ റിഡക്ഷൻ ഇൻ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ BC. അതായത് നമ്മൾ ആദ്യം എലമെന്റൽ സ്ട്രിപ്പിൽ വന്നേക്കുന്ന മാസ് ഓഫ് റിഡക്ഷൻ ഇൻ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് എലമെന്റൽ സ്ട്രിപ്പ് ആയിരുന്നു, ചെറിയ ഒരു സ്ട്രിപ്പ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ആ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിലെ ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം വരുന്ന ടോട്ടൽ റിഡക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ ഈ ഒരു വാല്യൂവിനെ നമ്മൾ ആ ഒരു ചേഞ്ച്, അതായത് അത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബൗണ്ടറി ലെയർ ഫോർമേഷൻ കാരണം വരുന്ന ആ ഒരു മാസ് ഫ്ലോ റേറ്റിൽ വരുന്ന ചേഞ്ച്, അത് കാരണമാണ് അവിടെ ഡെൽറ്റ സ്റ്റാർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് ഡെൽറ്റ സ്റ്റാറിന്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദി ഡിസ്റ്റൻസ് ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആൻഡ് വെലോസിറ്റി ആണ് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി, അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ U ആണ്. ദെൻ അവിടുത്തെ ഏരിയ ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു BO. ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു BO. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് ഇവിടുത്തെ തിക്നെസ് വരുന്നത്. ദെൻ അതിൻ്റെ ബാക്കോട്ട് വരുന്ന ബാക്കിലേക്ക് വരുന്ന ആ ഒരു വിഡ്ത്താണ് B. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു B ആണ് വരാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു B. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത റോ B ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ ക്യാപിറ്റൽ U മൈനസ് സ്മോൾ u ഇൻറ്റു dy-നെ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ഈ ഒരു ടേമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് റോ വരുന്നുണ്ട്, ബിയും വരുന്നുണ്ട്. ദെൻ റിമൈനിങ് വരുന്നത് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ ക്യാപിറ്റൽ U മൈനസ് സ്മോൾ u ഇൻറ്റു dy is equal to capital U into delta star. ഓക്കെ, അപ്പോൾ അതിൽ ഡെൽറ്റ സ്റ്റാർ ഇസ് ഈക്വൽ ടു 1/u. ഈ u എടുത്ത് ഈ u ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഓക്കെ, ഇപ്പോൾ 1/u ഇൻറ്റു 1/u എന്ന് പറയുമ്പോൾ 1/u ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ ക്യാപിറ്റൽ U മൈനസ് സ്മോൾ u ഇൻറ്റു dy ഇസ് ഈക്വൽ ടു ഡെൽറ്റ സ്റ്റാർ. ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ റോ ബി ഇൻറ്റു നമ്മൾ റോയും ബിയും ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ദെൻ റിമൈനിങ് വരുന്നത് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ക്യാപിറ്റൽ U മൈനസ് സ്മോൾ u ഇൻറ്റു dy ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ U ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ. ഓക്കെ, അപ്പോൾ അതിൽ ഡെൽറ്റ സ്റ്റാർ ഇസ് ഈക്വൽ ടു ഈ ക്യാപിറ്റൽ യുവിനെ എങ്ങോട്ടൊക്കെ പോകുമ്പോൾ 1/U എന്ന് വരും. ഓക്കെ, അപ്പോൾ 1/U ഇൻ്റഗ്രൽ ഓഫ് ഈ വാല്യൂ ക്യാപിറ്റൽ U മൈനസ് സ്മോൾ u ഇൻറ്റു dy. ഓക്കെ, ഇപ്പോൾ നമ്മളതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ യുവിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ യുവും ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, അപ്പം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 0 ടു ഡെൽറ്റ ക്യാപിറ്റൽ U ബൈ ക്യാപിറ്റൽ U മൈനസ് സ്മോൾ u ബൈ ക്യാപിറ്റൽ U ഇൻറ്റു dy എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ ക്യാപിറ്റൽ യുവും ക്യാൻസൽ ആയിപ്പോയി 1 വരും. ഓക്കെ, അപ്പോൾ 0 ടു ഡെൽറ്റ 1 മൈനസ് സ്മോൾ u ബൈ ക്യാപിറ്റൽ U ഇൻറ്റു dy എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സ്റ്റാർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ 1 മൈനസ് സ്മോൾ u ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ U ഇൻറ്റു dy. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മൊമെന്റം തിക്നെസ്സും എനർജി തിക്നെസ്സും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ മൊമെന്റം തിക്നെസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ തീറ്റ വെച്ചിട്ടാണ് നമ്മൾ മൊമെന്റം തിക്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത്. Momentum thickness is defined as the distance measured perpendicular to the boundary of the solid body. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡെഫിനിഷന്റെ സ്റ്റാർട്ടിങ് തന്നെയാണ്. By which the boundary should be displaced to compensate for the reduction in momentum of fluid. നേരത്തെ mass of fluid per second ആയിരുന്നു. അതായത് ആ ഒരു മാസ് ഫ്ലോയിൽ വന്നേക്കുന്ന ആ ഒരു റിഡക്ഷൻ ആയിരുന്നു നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു റിഡക്ഷൻ ആണ് എടുത്തത്, അതായത് മാസ് ഫ്ലോ റേറ്റിൽ വരുന്ന റിഡക്ഷൻ ആണ് എടുത്തത്. ഓക്കെ, ഇതിന് നമ്മൾ എടുക്കുന്നത് റിഡക്ഷൻ ഇൻ മൊമെന്റം ഓഫ് ഫ്ലോയിങ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് മൊമെന്റം തിക്നെസ് ആണ്. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഇൻ മൊമെന്റം ഓഫ് ദി ഫ്ലോയിങ് ഫ്ലൂയിഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ബൗണ്ടറി ലെയർ ഫോർമേഷൻ. ഓക്കെ, ബൗണ്ടറി ലെയർ ഫോം ചെയ്തുകൊണ്ട് വന്നേക്കുന്ന ആ ഒരു മൊമെന്റത്തിൽ വന്നേക്കുന്ന ആ ഒരു റിഡക്ഷൻ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നേരത്തെ കൺസിഡർ ചെയ്ത സെയിം ഡയഗ്രാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദി ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഹാവിംഗ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി ക്യാപിറ്റൽ U. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ U ആണ്. ഓക്കെ, ദെൻ നമ്മളൊരു ഫ്ലാറ്റ് പ്ലേറ്റ് എടുത്തു. ഫ്ലാറ്റ് പ്ലേറ്റിന്റെ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മൾ സെക്ഷൻ 1-1 എടുത്തു. സെക്ഷൻ 1-1
ഓക്കെ, അപ്പോൾ അവിടുത്തെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഡയഗ്രാം ആണ് കാണിച്ചേക്കുന്നത്. ദെൻ അവിടെ ഒരു എലമെന്റൽ സ്ട്രിപ്പ് എടുത്തു. അതിന്റെ വിഡ്ത്ത് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് dy ആണ്. ഓക്കെ, ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പിന് പ്ലേറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ y ആണ്. ദെൻ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സ്മോൾ u ആണ്. ഓക്കെ, ഇപ്പൊ ഇത്ര നേരത്തെ പറഞ്ഞാലത്തെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ കൺസിഡർ ദി ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഹാവിംഗ് ഫ്രീ സ്ട്രീം വെലോസിറ്റി ക്യാപിറ്റൽ U ഓവർ ദി തിൻ സ്മൂത്ത് plate at a distance of x from the leading edge. Consider section 1:1. Then distance BC is equal to the boundary layer thickness delta. ഓക്കെ, അപ്പൊ ഈ ഒരു ബി സി എന്ന് പറയുന്ന ഈ ഒരു തിക്നെസ് ഇതാണ് ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ തൊട്ട് ബി ടു സി വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ്. ഓക്കെ, ഇനി at the section 1:1 കൺസിഡർ എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. അതിന്റെ y എന്ന് പറയുന്നത് സ്മോൾ y എന്ന് പറയുന്നത് ആ ഒരു പ്ലേറ്റിൽ നിന്നുള്ള അതിന്റെ എലമെന്റൽ സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ദെൻ dy എന്ന് പറയുന്നത് എലമെന്റൽ സ്ട്രിപ്പിന്റെ തിക്നെസ് ആണ്. ദെൻ സ്മോൾ u എന്ന് പറയുന്നത് ആ ഒരു എലമെന്റൽ സ്ട്രിപ്പിന്റെ വെലോസിറ്റി ആണ്. എലമെന്റൽ സ്ട്രിപ്പിന്റെ വെലോസിറ്റി അല്ല, എലമെന്റൽ സ്ട്രിപ്പിൽ വരുന്ന വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ ദെൻ സ്മോൾ b എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ്, ആ എലമെന്റൽ സ്ട്രിപ്പിന്റെ ഒരു വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് നേരത്തെ നമ്മൾ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇതിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരാം മൊമെന്റം തിക്നെസ് ആണ്. സോ ലോസ് ഓഫ് മൊമെന്റം ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനാദ്യം തന്നെ ഏരിയ ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി is equal to b into dy ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് dy ആണ്. ദെൻ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് dy ആണ്. ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് dy ആണ്. ദെൻ ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു എലമെന്റൽ സ്ട്രിപ്പിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ b ആണ്. ഓക്കെ, അപ്പൊ b into dy ആണ് അതിന്റെ ഏരിയ വരുന്നത്, എലമെന്റൽ സ്ട്രിപ്പിന്റെ മാത്രം ഏരിയ വരുന്നത്. ദെൻ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റൽ സ്ട്രിപ്പ് നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നെയാണ്. ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദി എലമെന്റൽ സ്ട്രിപ്പ്. ഓക്കെ, അപ്പോൾ റോ ഇൻറ്റു യു ഇൻറ്റു അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എലമെന്റൽ സ്ട്രിപ്പിന്റെ ഏരിയ എന്ന് പറയുന്നത് b into dy. ഓക്കെ, ദെൻ മൊമെന്റം ഓഫ് ദി ഫ്ലൂയിഡ് പെർ സെക്കൻഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ആണ്. മൊമെന്റം എന്ന് പറയുമ്പോൾ p is equal to മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് മാസ് അറിയാം, ദെൻ വെലോസിറ്റി ഇൻറ്റു ചെയ്താൽ മതി. വെലോസിറ്റി എന്ന് പറയുന്നത് സ്മോൾ യു തന്നെ. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ റോ ഇൻറ്റു യു സ്ക്വയർ ഇൻറ്റു ബി ഡി വൈ എന്നായി. ഓക്കെ, ദെൻ മൊമെന്റം ഓഫ് ദി ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ബൗണ്ടറി ലെയർ. ഓക്കെ, അപ്പൊ ബൗണ്ടറി ലെയർ ഫോം ചെയ്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് അതിന്റെ മൊമെന്റം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു റിഡക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ബൗണ്ടറി ലെയർ ഇല്ല എന്ന് വിചാരിക്കാം. അതായത് ആ ഒരു ഫ്രീ സ്ട്രീം വെലോസിറ്റി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ദെൻ വരുന്ന മൊമെന്റം എന്ന് പറയുന്നത് റോ യു ഇൻറ്റു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ യു ആണ് വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ലോസ് ഓഫ് മൊമെന്റം എന്ന് പറയുമ്പോൾ ഈ 2 - 1 ചെയ്യാം. ഓക്കെ, അപ്പൊ 2 - 1 ചെയ്യുമ്പോൾ റോ യു ഇൻറ്റു ബി ഡി വൈ ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് റോ യു ഇൻറ്റു സ്മോൾ ബി ഇൻറ്റു ഡി വൈ ഇൻറ്റു സ്മോൾ യു. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് നോക്കുമ്പോൾ അത് 2 - 1 ആണ് എടുക്കുക. അപ്പോൾ ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു. ഓക്കെ, അപ്പൊ റോ യു ഇൻറ്റു ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ടേംസ് ആണ്. റോ യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ, റോ യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇപ്പൊ റോ യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ എടുത്തു, യു മൈനസ് സ്മോൾ യു. ഓക്കെ, ഇപ്പൊ റോ യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു. ഓക്കെ, അപ്പൊ അതാണ് ലോസ് ഓഫ് മൊമെന്റ്സ് പെർ സെക്കൻഡ് ത്രൂ എലമെന്റൽ സ്ട്രിപ്പ് വരുന്നു. ഓക്കെ, ഇനി ടോട്ടൽ ലോസ് ഓഫ് മൊമെന്റം ഓഫ് സെക്ഷൻ ത്രൂ ബി സി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എലമെന്റൽ സ്ട്രിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ടോട്ടൽ ലോസ് കാണണമെങ്കിൽ നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റ് കൊടുക്കുന്നത് നമ്മൾ 0 to ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് 0 to ഡെൽറ്റ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത ആ ലോസ് ഓഫ് മൊമെന്റ്സിന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to ഡെൽറ്റ റോ ബി ഇൻറ്റു യു ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇനി തീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ മൊമെന്റം തിക്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, തീറ്റ ഇസ് ദി ഡിസ്റ്റൻസ് ബൈ വിച്ച് ദ പ്ലേറ്റ് ഇസ് ഡിസ്പ്ലേസ്ഡ് വേർ ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് വിത്ത് ദി കോൺസ്റ്റന്റ് വെലോസിറ്റി യു. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് മൊമെന്റം തിക്നെസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ ആ ഒരു വന്നേക്കുന്ന ആ ഒരു ബൗണ്ടറി ലെയറിന്റെ ഫോർമേഷൻ കാരണം വന്നേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്. Momentum per second of the fluid flowing through the distance theta with the velocity capital U is equal to. അപ്പോൾ നമ്മൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? Momentum per second of the fluid flowing through the velocity theta with the velocity U. ഓക്കെ, അപ്പൊ മൊമെന്റം ആണ്. ഓക്കെ, അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് മാസ് ഓൾറെഡി അറിയാം, ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് നമ്മൾ മാസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്.
മാസ് ഓഫ് ഫ്ലൂയിഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റു വെലോസിറ്റി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ തീറ്റ മൊമെന്റം തിക്നെസിന്റെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. സോ മൊമെന്റം തിക്നെസ് കാരണം വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ തീറ്റ ഇൻറ്റു ബി ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തേൽ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി ആണ് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. അതായത് ഓക്കെ, ഇവിടെ റോ യു ഇൻറ്റു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി, അവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി ആണ് എടുത്തത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ മൊമെന്റം തിക്നെസ്സിൽ ഈ ഒരു ഡെൽറ്റ സ്റ്റാറിന് പകരം തീറ്റയാവും. ഓക്കെ, അപ്പൊ ആ ഒരു വേരിയേഷൻ ചേഞ്ച് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റോ ഇൻറ്റു തീറ്റ ഇൻറ്റു ബി ഇൻറ്റു ക്യാപിറ്റൽ യു ആണ് വെലോസിറ്റി എടുക്കുന്നത്. വെലോസിറ്റി ബൗണ്ടറി ലെയറിന്റെ ബൗണ്ടറി ലെയർ ഇല്ലാതെയുള്ള പോർഷന്റെ മൊമെന്റം ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ക്യാപിറ്റൽ യു എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇൻറ്റു ക്യാപിറ്റൽ യു. ഓക്കെ, അപ്പോൾ അതിന്റെ ഇക്വേഷൻ റോ ഇൻറ്റു തീറ്റ ഇൻറ്റു സ്മോൾ ബി ഇൻറ്റു യു സ്ക്വയറോ. ഇനി ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തതും, അതായത് ടോട്ടൽ ലോസ് ഓഫ് മൊമെന്റ് ത്രൂ ബി സി, ആ ഒരു മൊത്തം ബൗണ്ടറി ലെയറിന്റെ ആ ഒരു ഫോർമേഷനിൽ ആ ഒരു ഡിസ്റ്റൻസിൽ വന്നേക്കുന്ന മൊമെന്റം ലോസ്, ടോട്ടൽ മൊമെന്റം ലോസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും നമ്മൾ ഇപ്പൊ ഫൈൻഡ് ഔട്ട് ചെയ്തതും കൂടെ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോമൺ ആയിട്ട് രണ്ടിലും വരുന്ന ഓക്കെ, ഇപ്പോൾ റോ ബി ഇൻറ്റു യു ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ ആണ്. ഓക്കെ, അപ്പൊ അതില് റോബിനെ നമ്മൾ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ റോബിയും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പൊ റിമൈനിങ് തീറ്റ ഇൻറ്റു യു സ്ക്വയർ ഇന്റഗ്രൽ ഓഫ് യു ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ ആണ് വരാം. ഓക്കെ, അപ്പൊ അതില് യു സ്ക്വയറിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 1/u സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 0 to ഡെൽറ്റ സ്മോൾ യു ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിൽ ഈ 1/u സ്ക്വയറിനെ നമ്മൾ ഇന്റഗ്രലിന്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഇതിൽ വരുമ്പോൾ u/u സ്ക്വയർ ഇന്റഗ്രൽ 0 to ഡെൽറ്റ സ്മോൾ യു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ യു സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു ഇൻറ്റു ഡി വൈ. ഓക്കെ, അപ്പൊ അതിൽ സ്മോൾ യു ഇൻറ്റു ക്യാപിറ്റൽ യു ബൈ യു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ യു സ്ക്വയറും യുവും ക്യാൻസൽ ആയിപ്പോയി. ദെൻ മൈനസ് സ്മോൾ യു ഇൻറ്റു യു ആണ്, സ്മോൾ യു ആണ്. സോ സ്മോൾ യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ യു സ്ക്വയർ. ഓക്കെ, അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇൻറ്റു ഡി വൈ ഇന്റഗ്രൽ ഓഫ് 0 to ഡെൽറ്റ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു മൈനസ് സ്മോൾ യു സ്ക്വയർ ബൈ ക്യാപിറ്റൽ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കോമൺ ആയിട്ട് സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ അതാണ് ഇവിടെ എടുത്തേക്കുന്നത്, സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു 1 മൈനസ്. അപ്പോൾ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യുവിനെ നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ റിമൈനിങ് 1 ആണ്. സോ 1 മൈനസ് ഇതിൽ നിന്ന് യു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ യു എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് സ്മോൾ യു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ യു ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എഴുതാം. ദെൻ ഡിവൈ ഇൻറ്റു ഡിവൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊമെന്റം തിക്നെസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to ഡെൽറ്റ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു 1 മൈനസ് സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു ഇൻറ്റു ഡിവൈ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എനർജി തിക്നെസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ സ്റ്റാർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിന് നമ്മൾ ഡെൽറ്റ സ്റ്റാർ ആണ് യൂസ് ചെയ്തത്. ഡെൽറ്റ സ്റ്റാർ ആയിരുന്നു. ദെൻ ഡിസ്പ്ലേസ്മെന്റ് മാറി മൊമെന്റം തിക്നെസ് ആയപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് തീറ്റ ആയിരുന്നു. ദെൻ ഇവിടെ എനർജി തിക്നെസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെൽറ്റ സ്റ്റാർ ആണ്. ഓക്കെ, ഇനി എനർജി തിക്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് മെഷേർഡ് പെർപെൻഡിക്കുലർ ടു ദി ബൗണ്ടറി ഓഫ് ദി സോളിഡ് ബോഡി by which the boundary should be displaced to compensate for the reduction in kinetic energy. Okay, ഫസ്റ്റത്തേല് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡിന്റെ വന്നേക്കുന്ന റിഡക്ഷൻ ആയിരുന്നു ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിൽ. രണ്ടാമത്തേല് മൊമെന്റം തിക്നെസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ റിഡക്ഷൻ ഇൻ മൊമെന്റം ആയിരുന്നു. ദെൻ ഇവിടെ എനർജി തിക്നെസ് ആണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ റിഡക്ഷൻ ഇൻ കൈനറ്റിക് എനർജി ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിഡക്ഷൻ ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദി ഫ്ലോയിങ് ഫ്ലൂയിഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ബൗണ്ടറി ലെയർ ഫോർമേഷൻ.
Okay, also it also defined as the thickness of flow in transverse distance measured perpendicular to the boundary of the solid surface. Solid surface in the perpendicular ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. Moving at the free stream velocity and having kinetic energy equal to the deficiency of the kinetic energy on account of the boundary layer formation. Okay, അപ്പോൾ ആ ഒരു ബൗണ്ടറി ലെയറിന്റെ ഫോർമേഷൻ കാരണം വന്ന കൈനറ്റിക് എനർജിയിൽ ഒരു കുറവുണ്ടായിരിക്കും. ആ ഒരു കുറവാണ് അവിടെ നമ്മുടെ എനർജി തിക്നെസ് ആയിട്ട് മുകളിൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ടോട്ടൽ റിഡക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇതുവരെ ചെയ്ത സ്റ്റെപ്പ് അത് തന്നെയായിരുന്നു. ടോട്ടൽ റിഡക്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ അത് നമുക്ക് ആ വന്നേക്കുന്ന ആ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് അല്ലെങ്കിൽ മൊമെന്റം തിക്നെസ് അല്ലെങ്കിൽ ആ എനർജി തിക്നെസ് അതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പിലും മറ്റേ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിലും മൊമെന്റം തിക്നെസ്സിലും പറഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ വരെ സെയിം ആണ്. റോ യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ ആണ് അതിന്റെ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ ദി എലമെന്റൽ സ്ട്രിപ്പ് വരുന്നത്. റോ ഇൻറ്റു യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ ആണ് വരാം. ഓക്കെ, നമുക്ക് വേണ്ടത് ഇനി കൈനറ്റിക് എനർജിയാണ്. ഫസ്റ്റത്തേൽ നമ്മൾ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ആയിരുന്നു. രണ്ടാമത്തേലും അതായത് നമ്മുടെ മൊമെന്റം തിക്നെസ്സിൽ നമുക്ക് വേണ്ടി വന്നത് മൊമെന്റ് ആണ്. അപ്പോൾ ഡെൻസിറ്റി അല്ല, മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് വേണ്ടി വന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജിയാണ്. എനർജി തിക്നെസ്സിൽ നമ്മൾ റിഡക്ഷൻ ഇൻ കൈനറ്റിക് എനർജിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേണ്ടി വരാം ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വി സ്ക്വയർ ആയിരിക്കും. മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു വി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ് ഇവിടെ ഓൾറെഡി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തത് റോ യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ ആണ്. ഓക്കെ, അപ്പോൾ റോ യു ഇൻറ്റു ബി ഇൻറ്റു ഡി വൈ ഇൻറ്റു യു സ്ക്വയർ വെലോസിറ്റി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇനി കൈനറ്റിക് എനർജി ഓഫ് ഫ്ലൂയിഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ബൗണ്ടറി ലെയർ. നമ്മൾ ഇതുവരെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ ആബ്സെൻസ് ഓഫ് ബൗണ്ടറി ലെയറിൽ വരുന്ന ആ ഒരു ഇക്വേഷൻ എന്തായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഈ സ്മോൾ യു മാറിയിട്ട് ക്യാപിറ്റൽ യു ആയിരിക്കും. ഓക്കെ, ഇനി ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ അത് രണ്ടും കൂടെ അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഹാഫ് ഇൻറ്റു റോ യു ഇൻറ്റു ബി കോമൺ ആണ്, ദെൻ ഡി വൈ കോമൺ ആണ്. ഓക്കെ, അപ്പോൾ റിമൈനിങ് വരുന്നത് യു സ്ക്വയർ മൈനസ് സ്മോൾ യു സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു യു ഇൻറ്റു സ്മോൾ ബി ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ മൈനസ് സ്മോൾ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇനി ടോട്ടൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ഓഫ് ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ബി സി എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതുവരെ ചെയ്ത ആ സെയിം സ്റ്റെപ്പ് തന്നെയാണ്, നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ യു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാം ഹാഫ് ഇൻറ്റു റോ ബി ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ സ്മോൾ യു ഇൻറ്റു, അതായത് റോയിനും ബീനെയും മാത്രം നമ്മൾ ഇൻ്റഗ്രലിൻ്റെ പുറത്തേക്ക് എടുത്തു കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ റിമൈനിങ് ടേംസ് എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ യു ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയർ മൈനസ് സ്മോൾ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ടോട്ടൽ റിഡക്ഷൻ ഇൻ ദി കൈനറ്റിക് എനർജി ആയിരുന്നു. ഓക്കെ, ഇനി എനർജി തിക്നെസ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത് കാരണം എനർജി തിക്നെസ് കാരണം വന്നേക്കുന്ന ആ ഒരു എനർജി നമുക്ക് കൈനറ്റിക് എനർജി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ആ ഒരു ബൗണ്ടറി ലെയർ ഫോം ചെയ്തതിന് കാരണം വന്ന റിഡക്ഷൻ ബാലൻസ് ചെയ്യാനാണ് ആ ഒരു സ്ട്രീം ലൈനിന്റെ അപ്വേർഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്വേർഡ് ഡയറക്ഷനിലുള്ള ആ ഒരു ബെൻഡ് വന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സ്റ്റാർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വിച്ച് ദി പ്ലേറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് where the fluid is flowing through with a constant velocity u. The kinetic energy per second of the fluid flowing through the distance delta star with a velocity u is equal to half into, അതായത് kinetic energy ഇക്വേഷൻ തന്നെ half into mv square. ഓക്കെ, അപ്പോൾ ഇതിൽ മാസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ടത് ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി ആണ്. ഓക്കെ, ഫസ്റ്റത്തേൽ നമ്മൾ കൊടുത്തത് ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി ആയിരുന്നു ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിൽ. രണ്ടാമത്തേലും മൊമെന്റം തിക്നെസ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ തീറ്റ ഇൻറ്റു ബി എ കൊടുത്ത്. ഓക്കെ, ഇതിൽ എനർജി തിക്നെസ് ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കൈനറ്റിക് എനർജീനെ നമ്മൾ ടോട്ടൽ റിഡക്ഷൻ ഇൻ ദി കൈനറ്റിക് എനർജി ഡ്യൂ ടു ബൗണ്ടറി ലെയർ നമ്മൾ തൊട്ട് മുമ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തത് നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ റോ ബി ഇൻറ്റു ഏരിയ എന്ന് പറയുമ്പോൾ ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി ആണ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൽ വന്നേക്കുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു ഡെൽറ്റ സ്റ്റാർ ഇൻറ്റു ബി ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിനുള്ളിൽ രണ്ട് വെലോസിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മാസിനാണ് നമ്മൾ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി.
എക്സ്ട്രാ ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഹാഫ് ഇൻറ്റു ഇത് മാസിന്റെ മാത്രം ടേം ആണ്. അതായത് റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അപ്പൊ ദെൻ അതിന്റെ കൂടെ ഇൻറ്റു വെലോസിറ്റി സ്ക്വയറും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഇൻറ്റു ക്യാപിറ്റൽ യു സ്ക്വയറും കൂടെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ അത് യു ഇൻറ്റു യു സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ u³ ആയിട്ട് മാറ്റി എഴുതിയേക്കാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഡെൽറ്റ സ്റ്റാറിന്റെ ഫോമിൽ ഇക്വേഷൻ, അതായത് ആ ഒരു ആൻസർ കിട്ടണം. ഡെൽറ്റ സ്റ്റാറിന്റെ ഫോമിൽ കിട്ടണം. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഹാഫ് റോബി രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ആയിപ്പോയി. ദെൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ക്യാപിറ്റൽ u³ ആണ്. ആ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 1/U³ ആവും. ദെൻ റിമൈനിങ് അവിടെ ഉള്ളത് ഇന്റഗ്രൽ 0 to ഡെൽറ്റ സ്മോൾ u ഇൻറ്റു ക്യാപിറ്റൽ U² മൈനസ് സ്മോൾ u² ഇൻറ്റു dy. ഓക്കെ, അപ്പൊ നമ്മളിതിൽ ഈ ഒരു 1/U³ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊണ്ടുപോകുമ്പോൾ 1/ക്യാപിറ്റൽ U³ ഇൻറ്റു സ്മോൾ u ഇൻറ്റു U² മൈനസ് 1/ക്യാപിറ്റൽ U³ ഇൻറ്റു സ്മോൾ u ഇൻറ്റു U². ഓക്കെ, അപ്പൊ ഇതില് u³ ഇവിടെ ക്യാപിറ്റൽ u³ u ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ U² ആവും. ഓക്കെ, അപ്പൊ സ്മോൾ u ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ U² മൈനസ് സ്മോൾ u³ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ U³ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ കോമൺ എടുക്കാൻ പറ്റുന്നത് സ്മോൾ u ഡിവൈഡഡ് ബൈ U² ആണ്. ഓക്കെ, അല്ല, ഇവിടെ കോമൺ എടുത്തേക്കുന്നത് സ്മോൾ u ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ U ആണ് കോമൺ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ സ്മോൾ u ബൈ ക്യാപിറ്റൽ U ഇൻറ്റു 1 മൈനസ്, ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് u ബൈ ക്യാപിറ്റൽ U കോമൺ എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് വരുന്നുണ്ടാവാം U² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ U². ഓക്കെ, അപ്പൊ അതാണ് ഇക്വേഷൻ വരുന്നത്. സ്മോൾ u ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ U ഇൻറ്റു 1 മൈനസ് സ്മോൾ U² മൈനസ് ക്യാപിറ്റൽ U² ഇൻറ്റു dy. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, ഡിറൈവ് ചെയ്യാനായിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, മൊമെന്റം തിക്നെസ്, എനർജി തിക്നെസ് ഡിറൈവ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻ. 40 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാത്തിലും വരുന്ന സ്റ്റെപ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ വേരിയേഷൻസ് വരുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിൽ ഡെൽറ്റ സ്റ്റാർ ആണ്, എനർജി തിക്നെസ്സിലാവുമ്പോൾ അത് ഡെൽറ്റ ഡബിൾ സ്റ്റാർ ആവും, മൊമെന്റം തിക്നെസ്സിലാവുമ്പോൾ അത് തീറ്റ ആയിരിക്കും. ഓക്കെ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഇക്വേഷനിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതായത് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് മാസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ആണ് നമ്മൾ ഫസ്റ്റത്തേൽ എടുത്തത്. രണ്ടാമത്തേൽ മൊമെന്റ് ആണ്. മൊമെന്റ് ആവുമ്പോൾ മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി ചെയ്യണം. മൊമെന്റ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു v ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൈനറ്റിക് എനർജിയാണ് നമുക്ക് ലാസ്റ്റ് എനർജി തിക്നെസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, അപ്പൊ അതിൽ ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ഒരു 3 തിക്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആകെ വരുന്നത്. ഓക്കെ, അപ്പോൾ 20th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ ചോദിച്ചേക്കുന്നത് ദ പ്രഷർ ഡിഫറൻസ് ഡെൽറ്റ പി ഇൻ എ പൈപ്പ് ഓഫ് ഡയാമീറ്റർ d and length L due to the turbulent flow depends on the velocity v, viscosity mu and density rho and roughness k. Using Buckingham's pi theorem, obtain the expression for delta p. ഓക്കെ, അപ്പൊ ബക്കിംഗ്ഹാംസ് പൈ തിയറം യൂസ് ചെയ്തിട്ട് ഡെൽറ്റ പിക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം ബക്കിംഗ്ഹാംസ് പൈ തിയറം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദർ ആർ n വേരിയബിൾസ്, ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇൻ എ ഫിസിക്കൽ ഫിനോമിനൻ ആൻഡ് ഇഫ് ദീസ് വേരിയബിൾസ് കണ്ടെയ്ൻ m ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് മാസ് ലെങ്ത് ടൈം ആണ്. ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് മാസ് ലെങ്ത് ടൈം. Okay, then the variables are arranged into n minus m dimensionless terms. Each term is called a pi term. അതാണ് ബക്കിംഗ്ഹാംസ് പൈ തിയറം. ഓക്കെ, അപ്പൊ ബക്കിംഗ്ഹാംസ് പൈ തിയറം എന്ന് പറയുമ്പോൾ ഇഫ് ദർ ആർ n വേരിയബിൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലാണെങ്കിലും n വേരിയബിൾസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വേരിയബിൾസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു, നമുക്ക് ഡെൽറ്റ പിയുടെ റിലേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് ഡയാമീറ്റർ d and length L
and due to the turbulent flow depends on the velocity v, mu, density rho and roughness k. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ പിയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഈ വേരിയബിൾസും ആണ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ആ ഒരു തിയറം പറയുന്നത് ഇഫ് ദർ ആർ n വേരിയബിൾസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഇൻ എ ഫിസിക്കൽ ഫിനോമിന and if these variables contain m fundamental dimensions. ഓക്കെ, അപ്പോൾ ഇതിൽ n വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള ടോട്ടൽ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും കൂടിയിട്ടുള്ള ടോട്ടൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ n വരുന്നുണ്ടാവുക n is equal to 7 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെൽറ്റ പി 1 2 3 4 5 6 7 ടോട്ടൽ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ n is equal to 7 ആണ്. ഓക്കെ, ഇനി ഇഫ് ദീസ് വേരിയബിൾസ് കണ്ടെയ്ൻ m ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. ഓക്കെ, ഓരോ വേരിയബിൾസിലും ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓരോ വേരിയബിൾസിനും 3 ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ m എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 3 ഫണ്ടമെന്റൽ ഡയമെൻഷൻ ആണുള്ളത്. ഓക്കെ, ദെൻ ദ വേരിയബിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു n-m ഡയമെൻഷൻലെസ് ടേം. ഈച്ച് ടേം ഇസ് കോൾഡ് പൈ ടേം. ഓക്കെ, ആ ഡയമെൻഷൻലെസ് ടേമിനെയാണ് നമ്മൾ പൈ ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ n-m പൈ ടേമിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ n-m എന്ന് പറയുമ്പോൾ 7 - 3 4 പൈ ടേംസ് ഉണ്ട്. ഓക്കെ, 4 പൈ ടേംസിലാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡെൽറ്റ ബി ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഡി ലെങ്ത്, ഡയമീറ്റർ, ലെങ്ത്, വെലോസിറ്റി, വിസ്കോസിറ്റി, ഡെൻസിറ്റി ആൻഡ് കെ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ F1 ഓഫ് ഡെൽറ്റ പി ഡി എൽ വി മ്യൂ റോ കെ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനും ഡിപെൻഡന്റ് വേരിയബിൾസിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇത്. ഓക്കെ, ഇനി ഇതിൽ നമ്മളിപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു 7 വേരിയബിൾസിന്റെ ഡയമെൻഷൻ ഫസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഫണ്ടമെന്റൽ ഡയമെൻഷൻസിലാണ് ഈ 7 വേരിയബിൾസും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് വേരിയബിളിൽ ആദ്യം തന്നെ പ്രഷർ ഡിഫറൻസ് ആണ്, പി ആണ്. ഓക്കെ, ഇപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, ഇപ്പോൾ മാസ് എന്ന് പറയുമ്പോൾ എം, ദെൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ, ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ബൈ ടൈം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക, അതിന്റെ ഡയമെൻഷനായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക L(t⁻⁻1) ആണ് വെലോസിറ്റി. ഓക്കെ, ഇനി ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുമ്പോൾ വെലോസിറ്റി ഓൾറെഡി L(t⁻⁻1) ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, ഇപ്പോൾ L(t⁻2) ആണ് ആക്സിലറേഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് m ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ L(t⁻2) ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ലെങ്ത് ഇൻറ്റു ലെങ്ത് L² ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇത് വരുന്നുണ്ടാവുക, ഡയമെൻഷൻ വരുന്നുണ്ടാവുക mL(t⁻2) L² മുകളിലേക്ക് പോകുമ്പോൾ L(2). ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ mL(+1) -2 ആണ്. ഓക്കെ, അപ്പോൾ -2 + 1 വരുമ്പോൾ -1, then t⁻². ഓക്കെ, അപ്പോൾ അതാണ് ഡെൽറ്റ പിയുടെ ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡയാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഡയാമീറ്ററിന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അത് ലെങ്ത് ആണ്. ഓക്കെ, ഇനി എൽ എന്ന് പറയുന്നതും ഡയാമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ലെങ്ത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും L ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വെലോസിറ്റി ആണ്. വെലോസിറ്റി L(t⁻1) ആണ്. ഓക്കെ, ദെൻ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ യൂണിറ്റ് അറിയാം, Newton/m². ആണ്. ഓക്കെ, ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പോൾ m ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് L(t⁻2) ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് L(t⁻2) ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സ് ന്യൂട്ടൺ ആണ്. നമുക്ക് ന്യൂട്ടൺ എന്ന് പറയുന്നത് mL(t⁻2) സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടൈം ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് L². ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ട് വരിക എം എൽ ഇൻറ്റു ടി റേസ് ടു മൈനസ് ടു, ഇവിടെ ടി റേസ് ടു 1 ആണ്. -2 + 1 വരുമ്പോൾ ടി റേസ് ടു -1. ദെൻ ഇവിടെ എൽ റേസ് ടു എൽ സ്ക്വയർ ആണ്. നമുക്കത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ -2 ആവും. ഓക്കെ, അപ്പോൾ എം ഇൻറ്റു എൽ ഇവിടെ +1ഉം ഇവിടെ -2 ആണ്. ഓക്കെ, അപ്പോൾ -1 എം എൽ റേസ് ടു -1 ടി റേസ് ടു -1 ആണ്. അപ്പോൾ വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ വരാം. ഓക്കെ, പിന്നെ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം. ഓക്കെ, മാസ് എന്ന് പറയുന്നത് എം ആണ്. ദെൻ വോളിയം എന്ന് പറയുമ്പോൾ L3, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തിന്റെ കോമൺ ആയിട്ട് ഡയമെൻഷൻ പറയുന്നത് L ആണ്, ബ്രെഡ്ത്തിന്റെ L ആണ്, ഹൈറ്റിന്റെ L ആണ്. ഓക്കെ, അപ്പോൾ L3. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ വരാം എം എൽ റേസ് ടു -3. ഓക്കെ, ഇനി റഫ്നെസ് കോഎഫിഷ്യന്റ് ആണ്. അതിന്റെ ഡയമെൻഷൻ വരുന്നത് ലെങ്ത് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് എം is equal to 3 ആണെന്ന് പറഞ്ഞു. അതായത് എം മാസ്, ലെങ്ത്, ടൈം, അതാണ് 3 ഫണ്ടമെന്റൽ ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ സ്മോൾ എം is equal to 3 ആണ്. ഇനി നമ്പർ ഓഫ് പൈ ടേംസ് നമ്മൾ പറഞ്ഞു n-m ആണ് ചെയ്യേണ്ടത്. ഓക്കെ, n എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ തന്നിരിക്കുന്ന വേരിയബിൾസ് 7 വേരിയബിൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 7 - 3 ചെയ്യുമ്പോൾ 4 കിട്ടി. ഓക്കെ, ദെൻ ഈച്ച് പൈ ടേം കണ്ടെയ്ൻസ് m+1 വേരിയബിൾസ്. അതായത് m എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ 3 + 1 4 വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നമ്പർ ഓഫ് പൈ ടേംസ് എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ π1, π2, π3, π4. ഓക്കെ, അപ്പോൾ is equal to 0. ഓക്കെ, അപ്പോൾ 4 പൈ ടേംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഓരോ പൈ ടേമിലും 4 വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ π1 എടുക്കുകയാണെങ്കിൽ നമ്മളിതിൽ 4 വേരിയബിൾസ് ഉണ്ട്. 4 വേരിയബിൾസിൽ ഈച്ച് പൈ ടേമിൽ 4 വേരിയബിൾ ഉണ്ടെന്ന് പറയണം. ഓക്കെ, അപ്പോൾ അതിൽ 3 വേരിയബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എപ്പോഴും ജോമെട്രിക് പാരാമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജോമെട്രിക് പാരാമീറ്റർ ആണ്. ഓക്കെ, ഡയാമീറ്റർ ആണ് ജോമെട്രിക് പാരാമീറ്ററിൽ നമ്മൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് 3 എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ അതായത് 4 പൈ ടേംസ് ഉണ്ട്. π1, π2, π3, π4. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഒരു 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് വരും. എം നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് വരും. ദെൻ ലാസ്റ്റത്തെ ഒരെണ്ണം മാത്രമാണ് റിപ്പീറ്റ് ചെയ്യാത്ത വേരിയബിൾ. ഓക്കെ, അപ്പോൾ അതിൽ 4 പൈ ടേംസിലും 3 വേരിയബിൾസ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ജോമെട്രിക് പാരാമീറ്റർ ആണ്. ജോമെട്രിക് പാരാമീറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡയാമീറ്റർ ആണ്. നെക്സ്റ്റ് ഫ്ലോ പാരാമീറ്റർ ആണ്. ഫ്ലോ പാരാമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് വെലോസിറ്റി ആണ്. ഓക്കെ, ദെൻ ഫ്ലോ കഴിഞ്ഞ് ഫ്ലൂയിഡ് പാരാമീറ്റർ നമ്മൾ എടുക്കുന്നത് ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പം ഈ 3 പാരാമീറ്റേഴ്സ് ആണ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് എല്ലാത്തിലും എടുക്കുന്നത്. ഡി, വി ആൻഡ് റോ, ഡയാമീറ്ററും വെലോസിറ്റിയും ഡെൻസിറ്റി. ഓക്കെ, അപ്പം ഈ 3 പാരാമീറ്റേഴ്സ് നമ്മൾ റിപ്പീറ്റിംഗ് വേരിയബിൾ ആയിട്ട് എടുത്തു. ദെൻ റിമൈനിങ് വരുന്ന ടേംസ്, അതായത് ഫസ്റ്റത്തേൽ നമ്മൾ ഡി നമ്മൾ എടുത്തു, വി എടുത്തു, റോ എടുത്തു. പിന്നെ റിമൈനിങ് വരുന്ന ഡെൽറ്റ പി, എൽ, ലെങ്ത്, മ്യൂ, കെ. ഓക്കെ, അപ്പോൾ ആദ്യം ഡെൽറ്റ പി, എൽ, മ്യൂ, കെ. ഓക്കെ, അപ്പോൾ ഈ 4 പാരാമീറ്റേഴ്സ് ആണ് റിപ്പീറ്റിംഗ് അല്ലാത്തത്. റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് ഫാക്ടർ നമ്മൾ ജോമെട്രിക് പാരാമീറ്റർ, റിപ്പീറ്റിംഗ് വേരിയബിളിൽ ജോമെട്രിക് പാരാമീറ്റർ ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഡൈ ആണ് നമ്മൾ റിപ്പീറ്റിംഗ് വേരിയബിൾ ആയിട്ട് ഫസ്റ്റ് തന്നെ കൺസിഡർ ചെയ്യാറ്, ജോമെട്രിക് പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഡൈ എടുത്തു. ദെൻ ഫ്ലോ പാരാമീറ്ററിൽ നമ്മൾ വെലോസിറ്റി എടുത്തു, ഫ്ലോ. ദെൻ നെക്സ്റ്റ് ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടിയിൽ വന്നത് ഡെൻസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ അത് ഫ്ലൂയിഡ് പാരാമീറ്ററിൽ ഡെൻസിറ്റി എടുത്തു. ഓക്കെ, ഈ 3 റിപ്പീറ്റിംഗ് വേരിയബിൾസ് വരുന്നത്. ഓക്കെ, ഇനി ഇത് എത്ര പവറിലാണ് വേരി ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ π1 എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നിനും ഓരോ റേസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ B1 ഡയാമീറ്റർ റേസ് ടു A1 കൊടുത്തു. ദെൻ വെലോസിറ്റി റേസ് ടു B1, ദെൻ ഡെൻസിറ്റി റേസ് ടു C1. അതായത് റിപ്പീറ്റിംഗ് വേരിയബിൾ ആണ്. സോ നമുക്ക് അതിന്റെ പവർ അറിയില്ല. അപ്പം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ A1, B1, C1 കൊടുക്കുന്നത്. ഓക്കെ, ഇനി π2 ടേമിലാവുമ്പോൾ A2 നമ്മൾ കൊടുത്തു, B2, ദെൻ C2. ഇനി അതേപോലെ A3, B3, C3. ഇനി അതേപോലെ A4, B4, C4.
ഓക്കെ, അപ്പൊ ഇതാണ് 4 പൈ ടേംസ്. 4 പൈ ടേംസ് വരുന്നത് π1, π2, π3 ആൻഡ് π4. ഓക്കെ, ഈ പൈ ടേംസിനൊന്നും ഡയമെൻഷൻ ഇല്ല. നമ്മൾ ഫസ്റ്റേ പറഞ്ഞത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ് നമ്മളിവിടെ പറഞ്ഞു. ഡയമെൻഷൻലെസ് ടേംസ് ആണ് പൈ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഹോമോജിനി ആ ഒരു ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഡയമെൻഷൻ രണ്ടിനെയും ഈക്വൽ ആക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഈക്വൽ ആക്കിയിട്ട് ഫസ്റ്റ് π1 ടേം എങ്ങനെയാണ് വരുന്നത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ π2 കണ്ടുപിടിക്കും. അങ്ങനെ 4 ടേമും ഈ ഫാക്ടേഴ്സ് എങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ π1 ടേം എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ π1 ഈസ് ഈക്വൽ ടു d raised to a1 v raised to b1 then rho raised to c1. okay, then delta p. ഓക്കെ, പിന്നെ ഡയമെൻഷൻ ഹോമോജിനിറ്റി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ π1 ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിന് m raised to 0, l raised to 0, t raised to 0 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഡയാമീറ്ററിന്റെ ഡയമെൻഷൻ വരുന്നത് ലെങ്ത് L ആണ്. ഓക്കെ, അപ്പൊ L raised to a1. ദെൻ വെലോസിറ്റിയുടെ വരുന്നത് LT raised to -1 raised to b1. ദെൻ ഡെൻസിറ്റി വരുന്നത് മാസ് ബൈ വോളിയം. സോ m into L raised to -3. സോ for c1 into delta p. ഓക്കെ, അപ്പൊ ഡെൽറ്റ പിയുടെ ഡയമെൻഷൻ നമ്മൾ എഴുതിയത് ഡെൽറ്റ പിയുടെ ഡയമെൻഷൻ ml raised to -1 t raised to -2. ml raised to -1 t raised to -2. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ടേംസും ഇക്വേറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് m raised to നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. മാസിന്റെ raised to ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ 0 ഈസ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് മാസിന്റെ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാസ് 0 ആണ്. റൈറ്റ് സൈഡിൽ എന്താ വരുന്നത് നോക്കാം. റൈറ്റ് സൈഡിൽ വരുന്നത് m raised to c1 m. ഓക്കെ, അപ്പോൾ c1 + 1. അതായത് നമ്മൾ പവർ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഇതിൽ അതായത് ലെഫ്റ്റ് സൈഡിൽ എമ്മിന്റെ പവർ മാസിന്റെ പവർ വരുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ 0 എഴുതി. റൈറ്റ് സൈഡിൽ m നോക്കുമ്പോൾ m raised to c1 into m raised to 1. ഓക്കെ, അപ്പോൾ നമ്മൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ c1 + 1 ആഡ് ചെയ്യുമ്പോൾ 0 നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ c1 is equal to -1 ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലെങ്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ലെങ്ത് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. ലെങ്ത്തിന്റെ പവർ 0 ആണ്. അതായത് പൈ ടേം ഡയമെൻഷൻലെസ് ആണ്. അപ്പൊ ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ അതിന്റെ പവർ എന്തായാലും 0 ആയിരിക്കും. ഡയമെൻഷൻലെസ് എന്ന് പറയുമ്പോൾ പവർ 0 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എമ്മിന്റെ പവർ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ 0 ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഈ നെക്സ്റ്റ് ലെങ്ത് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ എല്ലിന്റെ പവർ 0 ആണ്. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഫസ്റ്റ് a1, then second a1 plus b1, then തേർഡിൽ വരുന്നത് -3c1, then നെക്സ്റ്റ് വരുന്നത് -1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിതിൽ c1 മാത്രമാണ് അറിയുള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടൈം എടുക്കാം. ടൈമിൽ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ t raised to -b1 ആണ്. ഓക്കെ, അപ്പോൾ -b1. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് -2 ആണ്. ഓക്കെ, അപ്പോൾ b1 is equal to -2 എന്ന് വരും. ഓക്കെ, c1 -1ഉം b1 -2ഉം കിട്ടി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് a1 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ a1 + b1 ആണ്. ഓക്കെ, അപ്പോൾ a1 -2 -3c1 ആണ്. ഓക്കെ, അപ്പോൾ -3 into -1 -1. Okay, -1 which is equal to 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ a1 is equal to എന്താ കിട്ടാൻ നോക്കാം. അപ്പോൾ -3 into -1 എന്ന് പറയുമ്പോൾ രണ്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവും, സോ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ -2 + 3 -1 equal to 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൽ a1 is equal to 0 എന്ന് വരും. അതായത് 3 - 1 2 ആണ്. 2 - 2 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ π1 is equal to d raised to a1. a1 നമുക്ക് കിട്ടിയത് 0 ആണ്. ഓക്കെ, അപ്പോൾ d raised to 0
ഇനി നെക്സ്റ്റ് വി റേസ് ടു ബി വൺ. വി റേസ് ടു ബി വൺ നമുക്ക് -2 ആണ് കിട്ടിയേക്കണേ. ഇനി റോ റേസ് ടു സി വൺ. റോ റേസ് ടു സി വൺ എന്ന് പറയുന്നത് -1 ആണ് വന്നേക്കണേ. ഓക്കെ, അപ്പോൾ -1 ഇൻറ്റു ഡെൽറ്റ പി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലാണ്, ഇക്വേഷൻ 1, ഈ ഒരു ഇക്വേഷനിലാണ് നമ്മളിപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ π1 ഇസ് ഈക്വൽ ടു, അപ്പോൾ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഈ വി റേസ് ടു -2 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ നമ്മൾ ചെയ്യുമ്പോൾ v² ആവും. ഇനി റോ റേസ് ടു -1 എന്ന് പറയുന്നത് ഡിവൈഡ് ആവുമ്പോൾ റോ റേസ് ടു 1. ഓക്കെ, അപ്പോൾ ഡെൽറ്റ π1 എന്ന് പറയുന്നത് അപ്പോൾ ഡെൽറ്റ പി ബൈ v² ഇൻറ്റു റോ എന്ന് കിട്ടി, π1. ഇനി നമുക്ക് ഇതേപോലെ തന്നെ π2 ഫൈൻഡ് ഔട്ട് ചെയ്യാം, π3, π4 ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ആ മൂന്നും കൂടെ നമ്മൾ ഡെൽറ്റ പിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നോക്കാം. ദെൻ നമുക്ക് അതിന് ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി π2ൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ അതിലാദ്യം π2 ഇസ് ഈക്വൽ ടു d റേസ് ടു a2 v റേസ് ടു b2 റോ റേസ് ടു c2 ഇൻറ്റു l. ഓക്കെ, π2 ഇസ് ഈക്വൽ ടു d റേസ് ടു a2 v റേസ് ടു b2 റോ റേസ് ടു c2 ഇൻറ്റു ലെങ്ത്. ഓക്കെ, അപ്പോൾ അതിൽ π2 എന്ന് പറയുമ്പോൾ π2ൻ്റെ ഡയമെൻഷൻ വരുന്നത് m റേസ് ടു 0 l റേസ് ടു 0 t റേസ് ടു 0. ഡയയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് l റേസ് ടു a2. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ lt റേസ് ടു -1 b2 ഇൻറ്റു ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം, സോ ml റേസ് ടു -3 c2 ഇൻറ്റു ലെങ്ത് ആണ്, സോ ഇൻറ്റു l. ഓക്കെ, അപ്പം നമ്മളിനി രണ്ട് സൈഡിലെയും ഫണ്ടമെന്റൽ ഡയമെൻഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം m എടുത്തു, എമ്മിൽ 0, ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, 0 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ m റേസ് ടു c2 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ c2 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് l ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ഇസ് ഈക്വൽ ടു എല്ലിൻ്റെ റേസ് ടു പവർ തന്നെ a2, ഇവിടെ a2 പ്ലസ് b2 -3c2 +1. ഈ ഒരു എല്ലിൻ്റെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ +1. ഓക്കെ, ഇനി നെക്സ്റ്റ് t 0 ഇസ് ഈക്വൽ ടു ടീൻ്റെ പവർ നോക്കുമ്പോൾ -b2. ഓക്കെ, -b2 മാത്രമേ ഉള്ളൂ, സോ b2 ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് a2 ഫൈൻഡ് ഔട്ട് ചെയ്യണം. a2 ഇസ് ഈക്വൽ ടു ഫൈൻഡ് ഔട്ട് ചെയ്യണം. c2 0 ആണ്, b2 0 ആണ്. ഓക്കെ, അപ്പോൾ a2 എന്ന് പറയുമ്പോൾ -1 ആണ് അപ്പോൾ വരാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു a2 b2 c2ൻ്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ π2 ഇസ് ഈക്വൽ ടു d റേസ് ടു a2 d റേസ് ടു -1 v റേസ് ടു b2 v റേസ് ടു 0 റോ റേസ് ടു c2 ഇൻറ്റു ലെങ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം π2 എന്ന് പറയുമ്പോൾ അപ്പോൾ π2 ഇസ് ഈക്വൽ ടു l ഡിവൈഡഡ് ബൈ d റേസ് ടു -1 ആണ്, സോ ഡിവൈഡഡ് ബൈ ആകുമ്പോൾ d റേസ് ടു 1. ഓക്കെ, അപ്പോൾ π2 എന്ന് പറയുന്നത് l ബൈ d. ഓക്കെ, ഇനി നമുക്ക് π3 ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, π3 ഇസ് ഈക്വൽ ടു നമ്മൾ π3യിൽ എടുത്തേക്കണം. ഓക്കെ, π3യിൽ നമ്മൾ എടുത്തേക്കുന്നത് mu ആണ്. π3 is equal to d raised to a3 v raised to b3 rho raised to c3 into mu. ഓക്കെ, ഇനി ഡയമെൻഷൻ എഴുതുമ്പോൾ d raised to a3 എന്ന് പറയുമ്പോൾ l raised to a3 v raised to b3 എന്ന് പറയുമ്പോൾ lt raised to -1 raised to b3 ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ml raised to -3 raised to c3 into mu. മ്യൂവിൻ്റെ ഡയമെൻഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂവിൻ്റെ ഡയമെൻഷൻ വരുന്നത് ml raised to -1 t raised to -1. ഓക്കെ, അപ്പോൾ ml raised to -1 t raised to -1. ഓക്കെ, പിന്നെ രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഹോമോജിനിറ്റി വെച്ച് നമ്മളത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ m വരുന്നത് c3 +1. ഓക്കെ, ഇവിടെ m റേസ് ടു c3 m റേസ് ടു 1 ആണ് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എമ്മിനെ ഇക്വേറ്റ് ചെയ്തു. ഇനി എല്ലിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ a3 + b3. ഓക്കെ, ഈ ടേമിൽ വരുന്നത് -3c3
-1. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈമിനെ ഈക്വേറ്റ് ചെയ്യുമ്പോൾ ടൈം 0 ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ തന്നെ -b3 -1. ഓക്കെ, അപ്പോൾ -b3 -1 എന്ന് പറയുമ്പോൾ b3 ഇസ് ഈക്വൽ ടു -1. ഓക്കെ, ഈ ഒരു ടേമിൽ c3 ഇസ് ഈക്വൽ ടു -1. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അപ്പോൾ a3 മാത്രമാണ്. ഓക്കെ, അപ്പോൾ a3 ഇസ് ഈക്വൽ ടു -b3 പ്ലസ് 3c3 പ്ലസ് 1. ഓക്കെ, അപ്പോൾ -b3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 3 ഇൻറ്റു -1 പ്ലസ് 1. ഓക്കെ, അപ്പോൾ 2 - 3 എന്ന് പറയുമ്പോൾ -1. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π3 ഈസ് ഈക്വൽ ടു d raised to a3 d raised to -1 v raised to b3 എന്ന് പറയുമ്പോൾ -1, then rho raised to c3 എന്ന് പറയുന്നതും -1 ഇൻറ്റു മ്യൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ π3 ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ ആകെ മ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഡിനോമിനേറ്ററിൽ d raised to -1 v raised to -1 rho raised to -1 ആണ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ rho ഇൻറ്റു v ഇൻറ്റു d. ഓക്കെ, അപ്പോൾ π3 ഈസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡഡ് ബൈ rho ഇൻറ്റു v ഇൻറ്റു d. ഇനി അതേപോലെ π4 ഫൈൻഡ് ഔട്ട് ചെയ്യണം. π4 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ ഡൈ ആണ് എടുത്തത് a4, then velocity v4, then density c4 into roughness coefficient k. ഓക്കെ, അപ്പോൾ ഇതിൽ π4 എന്ന് പറയുമ്പോൾ m raised to 0 l raised to 0 t raised to 0 which is equal to d raised to a4. So l raised to a4, then velocity lt raised to -1 അപ്പോൾ raised to b4, then density mass by volume, so ml raised to -3 c4 into length. റഫറൻസ് കോഎഫിഷ്യൻ്റെ ഡയമെൻഷൻ വരുന്നത് ലെങ്ത് ആണ്. ഓക്കെ, പിന്നെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എമ്മിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 is equal to c4, then l is equal to a4 plus b4 minus 3c4. ഓക്കെ, ഇനി ടൈമിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 is equal to -b4. ഓക്കെ, -b4. ഓക്കെ, സോ b4 is equal to 0 എന്നാണ്. ഓക്കെ, ഇനി ഇതിൽ a4 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് a4 is equal to 3c4 minus b4. ഓക്കെ, അപ്പോൾ 0 ആണ് വരാം. c4 എന്ന് പറയുന്നത് 0 ആണ്, b4 എന്ന് പറയുന്നത് 0 ആണ്. സോ 0 - 0 ആണ് വരാം. ഓക്കെ, ഇനി ഇതിൽ π4 is equal to d raised to a4 എന്ന് പറയുമ്പോൾ d raised to 0 v raised to 0 rho raised to 0 into k. ഓക്കെ, അപ്പോൾ π4 എന്ന് പറയുന്നത് k മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കെയുടെ ടേമാണ് വരുന്നത്. അപ്പോൾ k raised to 1 മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ c4ൻ്റെ 0, ദെൻ a4ൻ്റെ എടുക്കുമ്പോൾ a4 is equal to 3c4 minus b4. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു എല്ലും കൂടെ ആഡ് ചെയ്യാനുണ്ട്. +1 വരുമ്പോൾ a4 is equal to 3c4 minus b4 -1. ഓക്കെ, അപ്പോൾ a4 is equal to c4ഉം b4ഉം 0 ആണ്. ഓക്കെ, അപ്പോൾ a4 is equal to -1 വരും. ഓക്കെ, അപ്പോൾ a4 എന്ന് പറയുന്നത് d raised to a4 ആണ്. ഓക്കെ, അപ്പോൾ d raised to -1 v raised to 0 rho raised to 0 into k വരും. ഓക്കെ, അപ്പോൾ k divided by d ആണ് വരാം. π4 എന്ന് പറയുന്നത് k divided by 4 ആണ് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് ആദ്യം നമ്മൾ എഴുതിൻ്റെ ഫംഗ്ഷൻ ഓഫ് π1 π2 π3 π4 is equal to 0 എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഓഫ് π1 വരാം ഡെൽറ്റ പി ബൈ വി സ്ക്വയർ ഇൻറ്റു റോ. അപ്പോൾ ഡെൽറ്റ പി ഇൻറ്റു വി സ്ക്വയർ റോ. ദെൻ π2 വരുന്നത് എൽ ബൈ ഡി. ദെൻ π3 വരുന്നത് മ്യൂ ബൈ റോ വി ഡി, മ്യൂ ബൈ റോ വി ഡി. ദെൻ π4 വരുന്നത് കെ ബൈ ഡി. ഓക്കെ, കെ ബൈ ഡി ഇറ്റ്സ് ഈക്വൽ ടു 0.
ഓക്കെ, നമുക്ക് ഓൾസോ അതിങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ റോ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് എൽ ബൈ ഡി മ്യൂ ബൈ റോ വി ഡി കെ ബൈ ഡി. ഓക്കെ, നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് ഡെൽറ്റ പിയുടെ ഇക്വേഷൻ ആണ്. ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ പ്രഷർ ഡിഫറൻസ് ഇൻ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് എൽ ബൈ ഡി എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ ആയിട്ടാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. സോ ഡെൽറ്റ പി ബൈ ബി സ്ക്വയർ റോ ഇസ് ഈക്വൽ ടു എൽ ബൈ ഡി ഫൈ ഓഫ് മ്യൂ ഡിവൈഡഡ് ബൈ റോ വി ഡി ഇൻറ്റു കെ ബൈ ഡി. ഓക്കെ, അപ്പൊ ഇതില് മ്യൂ ഡിവൈഡഡ് ബൈ റോ വി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാം റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ ഇസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതില് മ്യൂ ഡിവൈഡഡ് ബൈ റോ വി ഡി എന്ന് എഴുതിക്കണേ. ഓക്കെ, അപ്പൊ അത് 1 ബൈ റെയ്നോൾഡ്സ് നമ്പർ ആണ്. ദെൻ കെ ബൈ ഡി എന്ന് പറയുന്നത് റഫ്നെസ് ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ അത് ഫൈ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയേക്കുന്നത് രണ്ടും ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമ്മൾ അതിനെ കോമൺ ആയിട്ട് ഫംഗ്ഷന് എഫ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് മാറിയിട്ട് എഫ് ആവും. ഓക്കെ, ദെൻ എഫ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് 1 ബൈ റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് റഫ്നെസ് ഫാക്ടർ. ഓക്കെ, അപ്പൊ അതാണ് എഫ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫൈ ഓഫ് മ്യൂ ബൈ റോ വി ഡി ഇൻറ്റു കെ ബൈ ഡിനെ നമ്മൾ മാറ്റി എഫ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ഒരു പൈ ടേംസിൻ്റെ ഉള്ളിൽ നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഡയമെൻഷന് ചേഞ്ച് വരില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇപ്പോൾ 4/2 വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ ഉള്ളൊരു ചേഞ്ചസ് വരുന്നില്ല. അതായത് അതൊരു നമ്പറാണ്, ഡയമെൻഷൻ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, നമുക്ക് ബക്കിംഗ്ഹാംസ് പൈ തിയറം വെച്ച് ആ ഒരു ഇക്വേഷനാണ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇൻറ്റു 4/2 ചെയ്യാണ്. ദെൻ നമ്മൾ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈഡ് ബൈ ജി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡെൽറ്റ വി സ്ക്വയർ റോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ വി സ്ക്വയർ റോ ഇസ് ഈക്വൽ ടു എൽ ബൈ ഡി എഫ് ഇൻറ്റു 4/2. ഓക്കെ, 4/2. ഇനി നമ്മൾ രണ്ട് സൈഡിലും ജി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു റോ ഇൻറ്റു ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ജി ഇൻറ്റു എഫ് ഇൻറ്റു 4/2. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഡെൽറ്റ ഈ വി സ്ക്വയറിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ റോ ജി ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു വി സ്ക്വയറിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വി സ്ക്വയർ എഫ് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു ജി ഇൻറ്റു 2. ഓക്കെ, ഇതിൽ ഡെൽറ്റ പി ബൈ റോ ജി എന്ന് പറയുന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ എച്ച് എഫ് ഇസ് ഈക്വൽ ടു 4f എൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2gd. ഓക്കെ, അപ്പോൾ 4f എൽ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2gd. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാലും ഓക്കെ ആണ്. അതായത് ഡെൽറ്റ പി ബൈ വി സ്ക്വയർ ബൈ റോ വി സ്ക്വയർ ഇൻറ്റു റോ ഇസ് ഈക്വൽ ടു 5 ഓഫ് എൽ ബൈ ഡി ഇൻറ്റു മ്യൂ ബൈ റോ വി ഡി മ്യൂ ബൈ റോ വി ഡി കെ ബൈ ഡി. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാലും ഓക്കെ ആണ്. ബട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ്, അതായത് എച്ച് എഫിൻ്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഡെൽറ്റ പി ബൈ റോ ജി ഈ ഒരു സ്റ്റെപ്പ് വരെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഏറെക്കുറെ എച്ച് എഫിൻ്റെ ഇക്വേഷൻ ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മളത് ആ ഒരു മറ്റേ കോൺസ്റ്റന്റ് വെച്ച് നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒരു ഫോർമാറ്റിക്ക് അതിനെ മാറ്റണം. ഓക്കെ, അപ്പോൾ ഇതുവരെ എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. ദെൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാവുന്നതുകൊണ്ട് ലാസ്റ്റ് ആ ഒരു ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5 എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.